എല്ലാരും ഫോർമുല എഴുതിക്കോ. a+b² = a² + 2ab + b². a - b whole square = a² + 2ab - എടാ എന്തിനാടാ എന്നെ പറ്റിക്കാൻ നോക്കുന്നേ? ഞാനെല്ലാം കണ്ടതല്ലേടാ. നിനക്കൊക്കെ ഇന്ന് മിണ്ടാതിരുന്നൂടെ? നന്നായിട്ട് പഠിച്ചാലേ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആകാൻ പറ്റൂ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണെങ്കിലേ അമ്മയുടെ കൂടെ ഇഡ്ഡലിക്ക് ചമ്മന്തി ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്തിനാടാ ചിരിക്കുന്നേ? നിന്നോടും കൂടിയാ പറഞ്ഞത്. മര്യാദയ്ക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ നോക്ക്. ശരി, ഔട്ട്ന്ന് തന്നെ വെച്ചോ. ഇതാ വേണ്ടടാ, സാറ് പറയുന്നത് ശ്രദ്ധിക്കാം, എങ്കിലേ നമുക്ക് നല്ല ജോലി കിട്ടുള്ളൂ. മണ്ട, ഇങ്ങനെ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആവില്ലായിരുന്നോ? അതിനുള്ള ബുദ്ധി ഇയാക്കില്ല, അതുകൊണ്ടാ സാറായത്. ഇങ്ങനെ സാറാവുമ്പോ നമ്മളൊക്കെ സാറാവാതെ ഇരിക്കുവോ? തീർച്ചയായിട്ടും ആവും. അതും ശരിയാ. സാറേ നമസ്കാരം. എന്താ കാര്യം? ഈ 6C ഏതാ? ഇത് തന്നെയാ. ഇതെന്റെ പേരക്കുട്ടിയാ. ഇന്ന് ആദ്യമായിട്ട് അവൻ സ്കൂളിൽ വരുന്നത്. സാറൊന്നും നോക്കിക്കോണേ. വരൂ മോനെ, ക്ലാസ്സിലേക്ക് പോയിക്കോ. ചെല്ല്. ഇപ്പൊ തന്നെ പിള്ളേര് കൂടുതലാ. അപ്പോഴാ കണ്ടിട്ട് പാവം തോന്നുന്നടാ. അവനെ വിട്ടേക്ക്. ശരി സാറേ, ഞാൻ പോവാ. ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഹോംവർക്ക് പോലെ ചെയ്ത് പഠിക്കണം. +9b². എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തോളൂ. നഗരത്തിലുള്ള ജീവിതം ഗ്രാമത്തിലുള്ളതുപോലെ അല്ലാതെ ഉരച്ചു നോക്കുമ്പോഴാണ് ഒരു സാധനത്തിന്റെ അകത്തെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്താടാ ചോറാ? ഇവിടെന്താ? തൈര് ചോറാ. കുറച്ചുകൂടെ കിട്ടിയാ നന്നായിരുന്നേനെ. ഇനി വേണമെങ്കിൽ വല്ല സാറന്മാരുടെയും മോഷ്ടിച്ച് വേണം കഴിക്കാൻ. എടുക്കടാ, നമുക്ക് കഴിക്കാം. നീ കഴിച്ചില്ലേ? നിന്നോടാടാ, നിനക്ക് വേണ്ടേ? എടുക്കടാ. എടാ വേഗം പോണം, മഴ വരുന്ന പോലെയുണ്ട്. എടാ ഇന്ന് വൈകിട്ട് ഞാൻ കളിക്കാൻ വരത്തില്ല. എന്താടാ? നാളെ എനിക്ക് പിറന്നാളാ. കടയിൽ പോയി ഡ്രസ്സും മുട്ടായൊക്കെ വാങ്ങിക്കണം. ഏതായാലും എക്ലേഴ്സ് മുട്ടായി വാങ്ങിക്കാൻ മറക്കരുതേ. അതിന് 50 പൈസയാവും. എന്റെ അച്ഛൻ അതൊന്നും വാങ്ങിച്ചു തരത്തില്ല. 5 പൈസ മുട്ടായി വാങ്ങിക്കത്തോളൂ. എക്ലേഴ്സ് മുട്ടായി മാത്രമേ ആള് കഴിക്കത്തോളൂ. അങ്ങനെയൊന്നും ഇല്ലടാ. മോനെ വാ, നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ട് നടന്നു വന്നോളാം. ശരി മോനെ, സൂക്ഷിച്ചൊക്കെ വരണം കേട്ടോ. നിന്നെ എങ്ങനെ ഇങ്ങേർക്കറിയാം? ഇന്നലെ നമ്മൾ ഇവന്റെ ആഹാരം എടുത്ത് കഴിച്ചില്ലേ? വല്ലതും പറഞ്ഞു കാണും. അല്ലടാ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പൂട്ടിക്കിടക്കുന്ന ഒരു വീടില്ലായിരുന്നോ? അവിടെ ഇവര് താമസിക്കാൻ വന്നു. എടാ, അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാടാ. എന്റെ അമ്മ അവനെയും കൂടെ ഫ്രണ്ട് ആക്കിക്കോളാൻ പറഞ്ഞു. അവനെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഹാപ്പി ബർത്ത്ഡേ. എടുക്കരുത് കേട്ടോ, നിന്നോടും കൂടിയാ. നിന്നോടും കൂടിയാ. ഒരെണ്ണേ എടുക്കാവൂ. ഇന്നടാ. എടാ എടുത്ത് കഴിക്കടാ, ഇന്ന് ഇവന്റെ പിറന്നാളാടാ. ഇവന് വട്ടാന്നാ തോന്നുന്നത്. ഇവനെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയത്. അതേടാ.
അമ്മാവാ നിങ്ങളുടെ കൊച്ചുമോനെയാണോ അന്വേഷിക്കുന്നത്? അതെ, അവൻ അതെ. അപ്പോഴേ നടന്നു പോയല്ലോ. എപ്പോ? കൂടെ പഠിക്കുന്നവന്റെ മോന്ത അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് എന്തോ ഈ ഇത്രയും നേരം പറയുന്നേ? മുട്ടുകാലിൽ നിൽക്കുകയായിരുന്നു. ബെല്ലടിച്ചത് അവനങ്ങ് പോയി. ഈശ്വര, എന്താടാ അവിടെ? പോയേ പോയേ, വീട്ടിൽ പോയേ. ദേ ഇവനാ. ഡാ, എന്തിനാടാ എന്റെ മോനെ തല്ലിയേ? എന്തിനാടാ എന്റെ മോനെ തല്ലിയേ? നിന്നോടാ ചോദിക്കുന്നത്. ചെവി കേട്ടൂടെ? എന്തിനാ തല്ലിയെന്ന്? എന്തിനാടാ തല്ലിയത്? സാറേ സാറേ എന്തിനാ സാറേ വഴക്ക് പറയുന്നേ? നീ എന്താടാ ചെയ്തത്? പള്ളിക്കൂടത്തിൽ എന്താടാ സംഭവിച്ചേ? പറടാ, പറയാൻ. എന്താ കാര്യം? സ്കൂളിൽ തമ്മി തല്ലിയിട്ട് ഇവൻ അവന്റെ കണ്ണി കുത്തി. ഇതാ നോക്കിയേ, അവൻ അങ്ങനൊന്നും ചെയ്യുന്ന ചെറുക്കനല്ല. അങ്ങനെയൊന്നും ചെയ്യില്ലെന്നോ? എന്താ ചെയ്തെന്ന് നോക്ക്. എങ്ങനെ തല്ലിയെന്ന് നോക്ക്. അവന്റെ പിറന്നാളായെന്ന് ആശുപത്രി പോകേണ്ടി വന്നില്ലേ? നീ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുന്നു. ആണോ മോനെ? നിനക്കിന്ന് പിറന്നാളാണോ? ഇവന്റെ പിറന്നാളും ഇന്ന് തന്നെയാ. വാങ്ങിച്ച പുതിയ തുണി പോലും അവൻ ഇട്ടില്ല. നിന്നോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവന്റെ അച്ഛനും അമ്മേനെയും വിളിക്കേ. താൻ ആരാടോ? അവന്റെ അച്ഛനും അമ്മേനെയും വരാൻ പറ. വരാൻ പറയടോ. ചേട്ടാ, ഇവന് അച്ഛനും അമ്മയും രണ്ടുപേരും ഇല്ല. എന്തിനാടാ അവനെ അടിച്ചേ? ശരി, ഇനി രണ്ടുപേരും തമ്മി തല്ലരുത് കേട്ടോ. എന്തുണ്ടെങ്കിലും ഈ അമ്മയോട് പറഞ്ഞാൽ മതി, കേട്ടല്ലോ? വാ നമുക്ക് പോവാം. കൊച്ചു പിള്ളേരല്ലേ, എല്ലാം ശരിയായിക്കോളും. വരട്ടെ മോനെ. ടീച്ചർ അവനൊന്നും പറഞ്ഞില്ലേ? മുട്ടുകാലി നിർത്തി. കുട്ടികളെ, ഞാൻ പറയുന്ന എല്ലാവരും നിങ്ങൾ ഏറ്റു പറയണം. ശരി സർ. പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ അടുത്തടുത്ത വീടുകളിൽ രണ്ട് കൂട്ടുകാർ ജീവിച്ചിരുന്നു. ഒരു മിനിറ്റ്. ഹരി, നീ ബാഗ് എടുത്തിട്ട് വന്നേ. ശരി സർ. എന്താടാ നീ മാത്രം എസ്കേപ്പ് ആവുന്നേ? സാറിനോട് നീ തന്നെ ചോദിക്ക്. 5 5 6 6 7 7 8 8 9 9 10 10 11 12. നിന്റെ ഒപ്പം അതാ വീട്ടിട്ട് പോയല്ലോ മോനെ. ഒറ്റയ്ക്ക് എന്ത് ചെയ്യും?
ആകാശം മേലെ മേഘങ്ങൾ പോലെ യാത്രാമൊഴിയോടെ നാം യാത്രയാകവേ ഇനി നമ്മൾ കാണാ മറയത്തായി മാറും മിഴി തേങ്ങും നേരം മഴ പെയ്ത പോലവേ വെയിലത്തെ നിഴലായി നാം മനസ്സെല്ലാം തണലായി നാം ഇനി എന്നാണൊന്നായി ചേരും തോളോട് തോളിൽ നാം ചേരുന്ന നാളിൻ പുകളോർമ്മ പൂക്കൾ വാടാതെ വയ്ക്കാം ഒരു ഹൃദയം പോൽ നമ്മൾ ഈ കൈകോർത്ത കാലം ഒരു പനിനീർ പോലെ ഉള്ളിൽ സൂക്ഷിക്കാം ആകാശം മേലെ മേഘങ്ങൾ പോലെ യാത്രാമൊഴിയോടെ നാം യാത്രയാകവേ അകലേക്കായി പോകുമ്പോഴും അകലാത്ത സ്നേഹം നൽകാം അലിവാകും മഴവിൽ കൈമാറാം ഓരോരോ കണ്ണീർ പാത്രം കൈതട്ടി തകരുമ്പോഴും ഒരു വാക്കും പറയാതകലാതെ വേറേറും വേദനകൾ ഒരു നാളിൽ മായില്ലേ വെണ്ണിലവിൻ പുഞ്ചിരികൾ നിൻ ചുണ്ടിൽ വിരിയില്ലേ ഈ സ്നേഹം സ്വന്തം പ്രിയമേറുന്ന ബന്ധം ഇതിലെല്ലാ നോവും താനേ മാറില്ലേ കൂട്ടായി നിന്നും പല കൂട്ടങ്ങൾ തന്നും ഈ പുണ്യം എന്നും എന്നും ചേരില്ലേ പറയ് ചേട്ടാ, വീട്ടിൽ തന്നെ ഉള്ളേ? ശരി ചേട്ടാ. അയ്യോ ശരി ചേട്ടാ, പോവാം. മോളെ മോളെ എന്താച്ചാ? അച്ഛനൊന്ന് പുറത്തു പോവുക, ഒരു മരണം. നീ ചേട്ടനെ വിളിച്ചോണ്ട് സ്കൂളിൽ പോയിക്കോ, ഞാൻ വൈകിട്ട് വന്നോളാം മോളെ. ശരി അച്ഛാ. വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ചേട്ടാ ചേട്ടാ, എന്താ ചേട്ടാ എന്നെ സ്കൂളിലൊന്ന് വിട്. അല്ല പുള്ളിക്കാരൻ എന്ത് ചെയ്യാ? ആരോ മരിച്ചെന്ന് ഫോൺ വന്നു, അതുകൊണ്ടാ വിളിച്ച്. രാവിലെ തന്നെ ആരാടാ ചത്തുപോയത്? നീ റെഡി ആയിട്ട് വാ. ഞാൻ റെഡിയായി തന്നെയല്ലേ ഇരിക്കുന്നേ, ഒന്ന് വാ ചേട്ടാ. മനസമാധാനത്തോട് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? ഹലോ, അച്ഛൻ എവിടെയോ പുറത്തു പോകുന്നെന്ന്. ഹേമയെ സ്കൂളിൽ കൊണ്ടുവിടാൻ വണ്ടി എടുത്ത് പുറത്ത് വെക്ക്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഹേമ വാ പോവാം.
ചേട്ടാ ചേട്ടാ അച്ഛൻ വണ്ടി എടുത്തോണ്ട് പോവാൻ പറഞ്ഞു. എന്തോ ഈ വണ്ടിയോ? ഈ വണ്ടി അയാളല്ലാതെ വേറെ ആരും ഓടിക്കത്തില്ല. ഇതിൽ പോകുന്നതിനേക്കാളും നല്ലത് നീ നടന്നു പോയാ മതി. എന്റെ കൂടെ വാ. കഴിച്ചോ ചേട്ടാ? കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എടാ നീ എങ്ങോട്ട് പോയേക്കല്ലേ, ഞാൻ തിരിച്ചു വരും. ശരി ഏട്ടാ. സൂക്ഷിച്ചു പോയിട്ടോ. എടി സ്കൂളിൽ പോകുന്ന പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നു. നിനക്കത് വിവരമില്ല. മനുഷ്യനല്ലേ? ആരാടാ അവൻ? കുറെ ആയല്ലോ മസിൽ കാണിക്കാൻ തുടങ്ങിയിട്ട്. അവന്റെ അനിയത്തിയാണെ വീഴുന്നുമില്ലല്ലോ. വിട്ടേക്കടാ, എന്തെങ്കിലും ഒരു ദിവസം കിട്ടാതെ പോവോ? അപ്പൊ നോക്കാടെ. നീ എവിടെയാ ഉള്ളത്? ശരി, നീ അവിടെ തന്നെ നിൽക്ക്. ഈശ്വരനെ കൊണ്ടുപോയി വിട്ടിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാം. ചേട്ടാ ഒരു സിഗരറ്റ്. ഡാ സിഗരറ്റ് താഴെടാ. ആ പെണ്ണ് നോക്കുന്നുണ്ടല്ലേ? നോക്കട്ടെ, അതിനെന്താ? ആ പെണ്ണ് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കായിരുന്നില്ലേ? എന്നിട്ടെന്താ സിഗരറ്റ് താഴെടാത്തത്? നീ ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട് എപ്പം നോക്കിയാലും ആ പെണ്ണിന് നീ കുറ്റവും പറഞ്ഞിട്ട് നടക്കും. അതൊക്കെ അങ്ങനെ തന്നെ. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ ഒരു രസം? അതൊക്കെ വിട്. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നിന്റെ ആള് വരുന്നത് കാണാമല്ലോ. ഇവള് തന്നെയാണോ കോർപ്പറേഷന്റെ ആളുകൾക്ക് കാശ് കൊടുത്ത് ഇവിടെ സ്പീഡ് ബ്രേക്കർ വെച്ചത്? ശരി, പിന്നെ ശരിയെന്നാ. ചങ്ങായി ഒരു ചായ വേണ്ട ചേട്ടാ, സമയമായി, വീട്ടിൽ പോട്ടെ, ഞാൻ ഇറങ്ങാം. ശരിയടാ. ഒന്ന് നിന്നെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പോവാൻ നോക്ക്. നമ്മളെ ഇവിടെ വെച്ച് കണ്ട ആരെങ്കിലും തെറ്റിദ്ധരിക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താ? വേഗം പറ. അത് പിന്നെ എന്തുവാ? നിനക്ക് അവനെ ഇഷ്ടമാ അതല്ലേ? അത് അവനോടല്ലേ പോയി പറയണ്ടത്. എന്റെ അടുത്ത് വന്നിട്ട് ഞെളിഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് പുള്ളിക്കാരനെ കാണുമ്പോ തന്നെ പേടിയാ. ചേട്ടനൊന്ന് പറഞ്ഞു. അത് കൊള്ളാം. നിനക്ക് വേറെ ഞാൻ അവനെ സ്നേഹിച്ചാ മതിയോ? ശരി, നീ ചെല്ല്. ഇന്ന് രാത്രി ഞാൻ അവനോട് സംസാരിച്ചു നോക്കാം. ഒന്നും പറയാൻ പറ്റില്ല. അവൻ തീരുമാനിക്കുന്ന പോലെ തന്നെയല്ല. ഇന്ന് എന്നെ പിടിച്ചു നിർത്തിയതുപോലെ നാളെ അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചാൽ മതി. പക്ഷെ അവൻ വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ പുറകെ നടക്കരുത്, മനസ്സിലായോ? ശരി, പോവാൻ നോക്ക്. ചേട്ടാ താങ്ക്സ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എടാ, ഈ കോളേജിലാണോ? ഇല്ല. പിന്നെ എന്തോ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജോലി തന്നെ ഞങ്ങൾക്കും. എണീക്കടാ, എണീറ്റ് പോടാ. ചെല്ല്, വിട്ടോ. നോക്കി പേടിപ്പിക്കല്ലേ. ഒന്ന് വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇനി മുതൽ ഇവിടെ വരണമെങ്കിലേ ചേട്ടൻ പറയുന്ന പോലെയൊക്കെ കേൾക്കേണ്ടി വരും. ചെന്ന് ചേട്ടൻ 2 കടലമുട്ടായി ഒരു സേർട്ട് മേടിച്ചോണ്ട് വാ.
2 സിഗരറ്റ് കേട്ടോ. സിഗരറ്റ് വേണം എപ്പോഴേ ചോദിച്ച പോരായിരുന്നില്ലേ? നാണമല്ലേടോ? എന്തോന്നാടേ ഇത്? ഏയ്, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ മര്യാദക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഓ, ഒരു പ്രായ വ്യത്യാസം പോലും ഇല്ലാതെ ഇവന്മാരുടെ അടുത്തൊക്കെ പോയി. ചേട്ടാ സിഗരറ്റ് താ. അല്ലളിയ, നീ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ചുമ്മാ ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി, അതുകൊണ്ടാ. നീ അവന്മാരെ പിന്നെ അവന്മാര് നിന്നെ കളിയാക്കിട്ട് പോവാ. നീ പറയുന്നത് കേട്ടാ. ആളിയാ, ഞാനിപ്പോ വരാവേ. അതെ, നീ അങ്ങ് പൊക്കേ. നല്ലപോലെ പഠിച്ചോ? നീ എന്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏയ്, എന്താ പ്രശ്നം? ഇപ്പൊ എന്താ സംഭവിച്ചത്? രാവിലെ തന്നെ സിഗരറ്റും വലിച്ച് കയ്യിൽ എടുത്തോണ്ട് നിൽക്കുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ജോലി അന്വേഷിച്ചാലല്ലേ ആരെങ്കിലും തരുള്ളൂ. ജോലി നിന്റെ വീട്ടിൽ അന്വേഷിച്ചുകൊണ്ടും തരുമെന്നാണ് നിന്റെ വിചാരം? നിന്റെ കൂട്ടുകാരെല്ലാരും ജോലിക്ക് പോയി. നിനക്ക് നാണോ ഇല്ലേ? അങ്ങനെ നോക്കിയാ നിനക്കും നാണോ ഇല്ലല്ലോ. എനിക്കെന്താ? നിന്റെ കൂടെ പഠിച്ച പെണ്ണുങ്ങൾക്കെല്ലാം ഇപ്പോൾ 2 പിള്ളേരായി കഴിഞ്ഞു. പക്ഷെ നിനക്കോ ഒന്നും ആയിട്ടില്ല. നോട്ട്ബുക്കും വെച്ചോണ്ട് നടക്കുക. ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ 4 പിള്ളേരുടെ അമ്മ ആവായിരുന്നു. ഇപ്പോഴും ഒന്നും ലേറ്റ് ആയിട്ടില്ല. എന്തു പറയുന്നു? റെഡിയാണോ? നിന്നോട് പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ, ദേഷ്യം വരുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, രാത്രി മര്യാദയ്ക്ക് വന്നോണം. എവിടെ? കുറെ നാളായി ഞാൻ പറയുന്നു ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്, നീ വരണോന്ന്. വല്ല ഓർമ്മയുണ്ടോ? മനസ്സിലായി, ഞാൻ എത്തിയേക്കാം. എത്ര മണിക്ക് വരണം? ഒരു 8:30-9 മണിക്ക് വന്നാ മതി. ശരി ശരി, നീ നടക്കാൻ നോക്ക്. ലേറ്റ് ആവാതെ എത്തുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ എത്തും, നീ നടക്ക്. എങ്ങോട്ടാ പോകണ്ടേ? അവളുടെ ഏരിയയിൽ എന്തോ ഉത്സവമാണെന്ന്. അപ്പോ പാർട്ടി ക്യാൻസൽ അല്ലേ? അതൊക്കെ 9 മണിക്ക് പോയാൽ മതിയെന്ന്. നമുക്ക് നോക്കാം. ശരി ശരി, നടക്കട്ടെ. അല്ല, പാണ്ടി പുറപ്പെട്ട് കാണുമോ? പുറപ്പെട്ട് കാണും ചേച്ചി. ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയേ. കൊച്ചുകുട്ടിയാണോ അവൻ? ഇതൊന്നും ശരിയാവില്ല. അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറയാം. ഹലോ പാണ്ടി, ചേച്ചിക്ക് സംസാരിക്കണമെന്ന്. മോനെ, നീ പുറപ്പെട്ടോ? ചേച്ചി ഇത് ഇപ്പൊ പുറപ്പെടും. ഇരുട്ടുന്നതിന് മുമ്പ് എത്തണം. സൂക്ഷിച്ചു വരണേ. ശരി ചേച്ചി, ഞാൻ എത്തിക്കോളാം, പേടിക്കണ്ട. ശരി, ഞാൻ വെച്ചേക്കട്ടെ. ആ, അമ്മാവനോ? വാ വാ, സുഖമാണോ? എനിക്കെന്താ, സുഖമാണല്ലോ. ഹേയ് ഗായ്കുട്ടി, ഗൗതം, വാ 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 വാ. എന്തുണ്ട് വിശേഷം? ചേച്ചി എവിടെ? അകത്തുണ്ട്. ഞാൻ എവിടെയുണ്ട്? ചായ ഇട്ടോണ്ടിരിക്കുവാ. ചിക്കു ചിക്കു. മോളെ, സുഖാണോ നിനക്ക്? സുഖാണ് മുത്തശ്ശ. മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങിക്കും മോളെ. അതൊന്നും സാരമില്ല മോളെ, നന്നായിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പോയി കയ്യും കാലൊക്കെ കഴുകിയിട്ട് വാ മോളെ. ശരി മുത്തശ്ശ. അച്ഛനെവിടെ? അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിരിക്കുക. മോളെ, ഗായത്രിയുടെ പഠിപ്പ് എപ്പോഴാ തീരാ? ഒരു 2 മാസത്തിനകം കഴിയച്ചാ. കഴിഞ്ഞതും ഗായത്രിയുടെയും പാണ്ഡ്യയുടെയും കല്യാണം കഴിക്കണം. വയസ്സ് കൂടുന്നില്ലേ? ശരി അച്ഛാ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടാ, വേഗം പോയിട്ട് വരണേ. ശരി. എപ്പോഴാടാ വന്നത്? ഇപ്പോഴാ? എടാ, അവിടെ നിക്ക്. മുത്തുവിനോട് ഞാൻ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചിട്ട് പുറത്തു പോണം. ഇത്രയും പെട്ടെന്ന്? ഗായത്രിയുടെ ഏരിയയിൽ എന്തോ ഉത്സവമാണെന്ന് നമ്മളോട് വരാൻ പറഞ്ഞ്. പെട്ടെന്ന് അടിച്ചിട്ട് അങ്ങ് പോവാന്നേ. ഉത്സവത്തിന് പോകുമ്പോൾ വെള്ളം അടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ നമുക്ക് നാളെ നോക്കാം. നിനക്കെന്താടാ പറ്റിയത്? നമ്മൾ അവിടെ പോയി ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. നമ്മൾ അവിടെ മാറി നിന്ന് നോക്കിയാൽ മാത്രം മതിയെന്നേ. അവള് അടുത്ത് പോലും വരത്തില്ല. അവളുടെ വീട്ടുകാർ മൊത്തം അവിടെ ഉണ്ടാവുന്നേ. അതുകൊണ്ട് അവള് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഒരു പ്രശ്നവും ഇല്ലെന്നേ. എവിടെ നടാ വാങ്ങിച്ചേ? അൻപിന്റെ കടന്നാ. അൻപിന്റെ കട എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ആ കൗൺസിലറിന്റെ മോനില്ലേ, അവൻ അവിടെ നിന്നിട്ട് പോകുന്ന പെണ്ണുങ്ങളെല്ലാം നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അവന്റെ തല അടിച്ചു പൊളിക്കും ഞാൻ, എന്നാലേ ശരിയാവത്തുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ, ആദ്യം ബോട്ടിലിന്റെ അടപ്പം തുറക്ക. ഒരെണ്ണം അങ്ങ് വെച്ച് തന്നോണ്ടല്ലോ.
അല്ലളിയ നിനക്ക് വേഗം പോണെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാ ഞാൻ. ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ കഴിഞ്ഞ ഉടനെ തന്നെ മുളപ്പാരി പോകേണ്ടതാണ്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും കുറച്ച് മുന്നോട്ട് വാ. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. എല്ലാവരും മാറിയിരിക്കണം. അങ്ങോട്ട് മാറിയിരിക്കണം. അല്ല, നീ എന്താ തീരുമാനിച്ചത്? എന്ത്? അത് തന്നെ, ആ പെങ്കൊച്ച് എല്ലാ ദിവസവും വന്ന് നോക്കുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവളെന്തോ കളിതമാശ കാണിക്കുന്നു പറഞ്ഞു, അതിനൊക്കെ പോയി. അവള് കളിതമാശ ഒന്നും അല്ലെന്നേ. രാവിലെ നിന്നെ വിട്ടിട്ട് പോകുമ്പോൾ അവൾ എന്നെ കണ്ടെന്നേ. എന്താ പറഞ്ഞ? നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയണ്ടേ, അതാ എന്നോട് ചോദിച്ചത്. ഞാൻ എന്തോ പറയാനാ? അവള് നന്നായിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അവളെ എന്റെ കൂടെ ചേർത്ത് അവളെ നശിപ്പിക്കാനാണോ പുറപ്പാട്? നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? എന്റെ സ്വന്തം ബന്ധം എപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ചെറുപ്പം മുതലേ അതല്ലേ സംഭവിക്കുന്നത്. നീ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിന്റെ ഒപ്പം ഞാനില്ലേ, അപ്പൊ ഞാൻ ചാവാൻ പോവാണോ? ഇപ്പൊ നീ എന്റെ വായ അടച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോവല്ലേ? ഇനിയും കുറെ കാര്യങ്ങളുണ്ടെന്നേ. ഞാനെങ്ങാനും ചത്തുപോയാൽ നിന്നെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചത്തെങ്കിലേ നീ തീർച്ചയായിട്ടും ഉടൻ തന്നെ ചാവണം. അങ്ങനെയൊന്നും എന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നാളെ രാവിലെ അവള് വന്ന് നിന്നോട് ചോദിക്കും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ശരിയെന്ന് പറ, ബാക്കി കാര്യങ്ങൾ നോക്കാന്നേ. ഡാ വേഗം ഒഴിക്ക്, കുടിച്ചിട്ട് പോകാനുള്ളതാ. അല്ലെങ്കിൽ അവൾ എന്നെ കണ്ട ഉടനെ ഒച്ചയിടും. നല്ലപോലെ ഡാൻസ് ചെയ്യേ, നല്ലപോലെ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഡാൻസ് കളിക്കേ, ഡാൻസ് കളിക്കേ. കൊള്ളാം കൊള്ളാം. വേണ്ട. എല്ലാരും മാറി നിൽക്കേ. അവിടെ നിൽക്കേ. ഒരു പ്രാവശ്യം ഒന്ന് കളിച്ചോട്ടെ. ശരി ശരി. എന്തുവാടത്? അങ്ങോട്ട് സ്ത്രീകൾ പോട്ടെ പോട്ടെ പോട്ടെ. ഡാൻസ് ഒക്കെ മതി, അവര് പോട്ടെ. അമ്മേ ഭഗവതി, എല്ലാരെയും രക്ഷിക്കണേ. വേഗം പോടാ. അതെ, അവിടെ നിന്നേ. എടി, നിന്നോട് നിൽക്കാൻ പറയുന്നു. നീ മൈൻഡ് ചെയ്യാതെ വാ, ഞാൻ നോക്കിക്കോളാം. നിക്കാൻ പറഞ്ഞാ നിക്കാൻ അറിയത്തില്ലേ? എന്താ നിന്റെ പ്രശ്നം? ആരാ നീ? എന്താ വേണ്ടേ? ആരാന്നോ? ഓവറായിട്ട് ചെയ്യരുത് കേട്ടോ. ഇന്നലത്തോടെ നിന്റെ പേര് പോലും ഞാൻ മറന്നു. മര്യാദയ്ക്ക് പോയിക്കോ. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ പ്രേമിച്ചതൊക്കെ നീ അങ്ങ് മറന്നുപോയാ? നിന്റെ വീട്ടിലുള്ള എല്ലാ പുൽക്കൊടികൾക്കും എന്റെ പേരറിയാം. നിന്റെ വീട്ടിലെ ജന്നൽ കമ്പികൾക്ക് പോലും എന്നെ അറിയാവുന്നേ. എല്ലാവർക്കും എന്റെ പേര് നന്നായി അറിയാം. സംസാരിച്ചങ്ങ് കമത്തി അടിക്കാൻ നോക്കണ്ട. അല്ലല്ലേ അവൾ എന്താ പറഞ്ഞേ? ഓ, അവള് വെറുതെ ദേഷ്യത്തിലാണെന്നേ. എന്തിനാളിയാ? എല്ലാം നീ കാരണമാടാ. എന്നെ എന്തിനാ ഡാൻസ് ചെയ്യാൻ പറഞ്ഞത്? എടാ, നൈറ്റില് കുറച്ച് ഓവറായി പോയി. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? വേണമെന്ന് വെച്ച് ചെയ്തല്ലോ.
കുടിച്ച മദ്യത്തിന് എന്തെങ്കിലും ഒരു മര്യാദ കൊടുക്കണ്ടളിയാ. നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? കുടിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, മൊത്തം ഒരു ആട്ടമാണെന്ന്. പഠിക്കുന്ന കൊച്ച വല്ലോ അറിയാൻ നോക്കി. ഈ കോളേജിലൊക്കെ എന്താണോ പഠിപ്പിക്കുന്നത്? ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ, ദേഷ്യപ്പെടുത്താതെ സിഗരറ്റ് വാങ്ങിക്കാൻ നോക്ക്. ശരി ശരി ചേട്ടാ, 2 സിഗരറ്റ്. മാഡം വരല്ലേ? ഒരു മിനിറ്റ് നിക്കണേ. സമയം എന്തായി? മണി 5 ആയല്ലോ. 5 മണി ആയല്ലേ? പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ എന്തിനാ നിക്കുന്നത്? നടക്ക്, ചെല്ല് ചെല്ല്. നാളെ കാണാം. ശരിടി. അവിടെ നിക്ക്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഒക്കെയാണോ? ഹേയ്, നിക്കാനല്ലേ പറഞ്ഞത്? വലിയ ആളെന്ന വിചാരം? നീ എന്താ കരുതിയേ? മാഡത്തിനോട് സംസാരിക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ വെറുതെ സമയം ചോദിച്ചതല്ലേ. വളരെ അത്യാവശ്യമാണ്. എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാലോ നിനക്ക്. നിന്റെ മേഡമിനെ കണ്ടപ്പോ ഉടനെ ടെൻഷൻ ആയല്ലോ. നീ പേടിച്ചു പോയില്ലേ? എന്നോട് മിണ്ടാൻ വരെ പേടിയായിരുന്നില്ലേ നിനക്ക്? ആര് പേടിച്ചെന്നാ? അതൊക്കെ ഞാൻ കണ്ടതല്ലേ. നീ കൊറേ കാണും. നേരത്തെ കാലത്തെ വീട്ടിൽ പോ, അല്ലെങ്കിൽ ചെറുക്കനെ കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരും. ശരി, ഞാൻ ക്ഷമിച്ചു. എനിക്കും നീയല്ലാതെ വേറെ ആരുമില്ലല്ലോ. കുന്നിമണിക്കണ്ണു വച്ച പൊന്മാരെ, കുന്നിറങ്ങും സൂര്യകാന്തിപ്പൂവേ, നീലമേഘച്ചില്ലണിഞ്ഞൊരാകാശം നിന്നെ നോക്കി നിൽക്കുമെന്ന പോലെ. കുന്നിമണിക്കണ്ണു വെച്ച പൊന്മാനെ, കുന്നിറങ്ങും സൂര്യകാന്തിപ്പൂവേ, നീലമേഘച്ചില്ലണിഞ്ഞൊരാകാശം നിന്നെ നോക്കി നിൽക്കുമെന്ന പോലെ. മഴവിൽ വരമായി നീ എന്നിൽ നിറഞ്ഞു, മധുരാതുരമായി നീ എന്നിൽ പൊഴിഞ്ഞു. ഇരവും പകലും ഞാൻ നിന്നെ നനച്ചു, ഒരു കനവിൽ പകലിൽ ഞാൻ നിന്നെ കൊതിച്ചു. തന്നെത്താനെ നിന്നെ ചുറ്റിപ്പാറും കാറ്റായി ഞാൻ, മിന്നൽ മിന്നും കണ്ണിൻ മുത്തം വാങ്ങും മേഘം ഞാൻ. തങ്കത്തിങ്കൾ നെറ്റിപ്പൊട്ടായെന്നും ചാർത്തിയിടാം, നിന്റെ ചാരെ എന്നും സ്നേഹത്തോടെ നിന്നിടാം. കക്കുറുമ്പി നിന്നെ ഞാൻ കൊക്കുറുമ്മിക്കാത്തോളാം, ആരും കാണാ കാവൽ കണ്ണാവാ. കുന്നിമണിക്കണ്ണു വെച്ച പൊന്മാനെ, കുന്നിറങ്ങും സൂര്യകാന്തിപ്പൂവേ, നീലമേഘച്ചില്ലണിഞ്ഞൊരാകാശം നിന്നെ നോക്കി നിൽക്കുമെന്ന പോലെ. ഒരു തോണിപ്പാട്ടിൻ ചെറുതൂവൽ കൂട്ടിൽ ചിരി കത്തിപ്പെയ്യാം തന്നാല്, മഴയുടെ മനസ്സുള്ള മഞ്ഞുപാതയിൽ വിരലോട് വിരലുകൾ ചേർത്തിടാം. ഈ കവിളല ഇളകിയ കുഞ്ഞു നാണമാം കവിതകൾ ഒരു ഞൊടി നുള്ളിടാം. കുന്നിമണിക്കണ്ണു വെച്ച പൊന്മാനെ, കുന്നിറങ്ങും സൂര്യകാന്തിപ്പൂവേ, നീലമേഘച്ചില്ലണിഞ്ഞൊരാകാശം
നിന്നെ നോക്കി നിൽക്കുമെന്ന പോലെ മഴവിൽ വരമായി നീ എന്നിൽ നിറഞ്ഞു, മധുരാതുരമായി നീ എന്നിൽ പൊഴിഞ്ഞു. ഇരവും പകലും ഞാൻ നിന്നെ നനച്ചു, ഒരു കനവിൻ പകലിൽ ഞാൻ നിന്നെ കൊതിച്ചു. മഞ്ചാടിപ്പാടം നെഞ്ചോരം പാടും പഞ്ചാരപ്പാട്ടിൻ നീളം നീ. തീരാക്കിനാവിൻ തീരങ്ങൾ തേടി സ്വപ്നങ്ങൾ പോലെ ചേക്കേറാം. നിന്നനുപമലയമൊഴുകുന്ന വീതിയിൽ പ്രണയനിലാവിൻ മർമരം. നിൻ ശലഭ നിറങ്ങളിൽ എന്റെ പ്രേമമാം ശിശിര സുഗന്ധമൊരുമ്മിയോ. നിൻ മൗനാനുരാഗത്തിൻ ശ്രുതി നിറയ തന്നനാനേ തന്നനാനേ താനാനേ തന്നനാനേ തന്നനാനേ നാനേ തന്നനാനേ തന്നനാനേ നാനേ നാനേ തന്നനാനേ തന്നനാനേ നാനേ. നിഴൽ നിലവേ അയാള് വന്നോ ചേച്ചി? ഇനി വന്നിട്ടില്ല. ആ ആള് വരുന്നുണ്ട്. നിക്ക് നിക്ക്, ദാ നോക്ക്, മര്യാദയ്ക്ക് സംസാരിച്ചാണോ? കുഴപ്പാ നിക്കരുത്. എന്നാ ഞാൻ പോവാ. ഒന്ന് നിന്നെ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് കുറച്ച് സംസാരിക്കണം. ഓ, ആരെങ്കിലും കാണും. സാരമില്ല, നീ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല ഞാൻ. എനിക്കറിയാം. ഞാനൊന്നും മനസ്സിലാക്കാതില്ല നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. നിനക്കിപ്പോ എന്താ വേണ്ടേ? വരട്ടല്ലേ, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, ഇഷ്ടമാണോ അല്ലേന്ന്? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ഇനി പുറകെയൊന്നും നടക്കില്ല. ഇഷ്ടമാണ്. എന്തുപറ്റി? എന്തിനാ കരയുന്നേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്തിനാ കരയുന്നേ? എന്താ പറ്റിയേ? പറ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? പിന്നെ എന്തിനാ കരയുന്നേ? എന്താ പറഞ്ഞത്? ഇഷ്ടമെന്ന് പറഞ്ഞു. അതിനെന്തിനാ ഇങ്ങനെ കരയുന്നേ? അറിയില്ല. മണ്ടി. ദേ അച്ഛൻ വന്നു. ഞാൻ അകത്തുണ്ട്. എന്താച്ചാ ഇത്? നമ്മുടെ സുശീലയുടെ സ്വന്തത്തിലുള്ള പയ്യനാ. രേവതിയെ കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന്. പയ്യന്റെ ഫോട്ടോ ഏത്? എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. തന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു. ഇവിടെ കല്യാണത്തിന് എന്താ ഇത്ര അർജന്റ്? Excuse me. Please tell me how to get to the airport. എന്തോ? Can you please tell me how to get to the airport? ഹലോ, ഒന്നും മനസ്സിലായില്ല. പോടോ. Bodo? What's that? Excuse me, 14 kilometers from here. If you are in real hurry, you can take a taxi. Thank you. ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നു. ഭയങ്കര സംഭവമാണല്ലോ. മര്യാദയ്ക്ക് ഒരു ഇംഗ്ലീഷ് പറയാൻ നിനക്കറിയോ? അതറിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലാന്ന് അയാള് കരുതിയത്. എന്തോ? ഹലോ, അവിടെ നിന്നേ. നിക്ക്. ഈ പറയടോ. വാട്ടൊന്നും അല്ല. പറഞ്ഞു നോക്ക്.
സോറി, യു പ്ലീസ് ക്യാരി ഓൺ. പറഞ്ഞ കേക്കില്ലേ? ഒരു ഇംഗ്ലീഷുകാരനോട് ഇതൊക്കെയാണോ പോയി ചോദിക്കുന്നത്? അപ്പൊ നീ ചോദിച്ചതോ? നമ്മുടെ നാട്ടിൽ വന്ന് മലയാളിയോട് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മണ്ടനാണോ? നിനക്കാണ് വട്ട്. പക്ഷേ ഈ വായി നിനക്ക് ഇല്ലായിരുന്നെങ്കിലേ ഒരു നായ പോലും നിന്നെ മൈൻഡ് ചെയ്യില്ല. അതൊക്കെ ഇരിക്കട്ടെ. ആ പറ, എവിടെ? വെക്ക് വരാം. ആരാടാ? ആ പെണ്ണ. എന്താ പറഞ്ഞത്? ആ മുക്കിലുള്ള കടേന്റെ അടുത്ത് നിൽക്കുന്നു. എന്തോ സംസാരിക്കണമെന്ന് വരാൻ പറയുന്നു. കലക്കി, നീ നടത്ത്. ഗുഡ് മോർണിംഗ് ചേട്ടാ. മോർണിംഗ് മോർണിംഗ്. എന്താ? അല്ല, അച്ഛനൊരു മീറ്റിങ്ങിന് പോയിരിക്കുവാ. വരാൻ ഇച്ചിരി വൈകും. അതിന് എന്നെ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകാമോ? അതൊന്നും ശരിയാവില്ല. ഇവനെ പ്രേമിക്കുന്നതിന് പകരം നീ വെറുതെ ഇരുന്നാ മതിയായിരുന്നു. എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ്. ഞാൻ ഇതിനു മുമ്പ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ ഒരു തവണ പ്ലീസ്. ആ ശരി, പോവാം. നീ ഭയങ്കര സംഭവം തന്നെയാണല്ലോ. മല പോലെ വന്നത് എലി പോലെ ആയെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടടാ. നിങ്ങൾ വേണമെങ്കിൽ ചേട്ടനെ പോയി ഡ്രോപ്പ് ചെയ്തോളൂ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഇപ്പൊ പറഞ്ഞത് തന്നെ സന്തോഷമായി. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ചെല്ല്. ഞാൻ നിന്നെ കൊണ്ടുവിടാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചെല്ല്. ശരി, വാ. ഇത് നിങ്ങളുടെ ബൈക്കല്ലേ? പിന്നെന്താ നിങ്ങളുടെ പേരല്ലാതെ ഹരിയേട്ടന്റെ പേര് എഴുതിയിരിക്കുന്നത്? അവന്റെ പേരാണെങ്കിൽ എന്താ, എന്റെ പേരാണെങ്കിൽ എന്താ, എല്ലാം ഒന്ന് തന്നെയാ. അവന്റെ ആഗ്രഹത്തിന് വേണ്ടി വണ്ടി തന്നെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ എനിക്കെന്തിനാ ബൈക്ക്? എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ഹരിയേട്ടന്റെ ആഗ്രഹം പോലെ എനിക്കുണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ. സാധിച്ചു തരുമോ? എന്താഗ്രഹമാ? ആദ്യം നിങ്ങളുടെ ഈ താടി ഒന്ന് ഷേവ് ചെയ്ത് കളയാമോ? ഇതൊക്കെ ഒരു ആഗ്രഹമാണോ? അതവിടെ കടന്നോട്ടെ, വിട്. എന്നാ കുഴപ്പമില്ല, ഇതും കാണാനൊക്കെ കൊള്ളാം. പക്ഷേ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. എന്താ? ഇനി നിങ്ങൾ ഒരിക്കലും കുടിക്കാൻ പാടില്ല. നടക്കുന്ന കാര്യമായിട്ട് നീ ഒന്നും ആഗ്രഹിക്കില്ലേ? തീർച്ചയായിട്ടും നടക്കും. നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റൂന്നേ. ഇനി ഒരിക്കലും നിങ്ങൾ കുടിക്കാൻ പാടില്ല. എന്റെ തലത്തോട് സത്യം ചെയ്യും. പോവാം. എന്തെങ്കിലും കഴിച്ചാലോ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്താടാ അടിക്കേ? എനിക്ക് വേണ്ടടാ. അതെന്താ? വേണ്ടാത്തവൻ എന്തിനാടാ നിർബന്ധിക്കുന്നത്? എനിക്കൊന്നോട് ഒഴിക്കേ. എന്തോ നാടേ ഇത്ര ആർത്തി? ലൈറ്റായിട്ട് അടിക്കടാ. എനിക്ക് വേണ്ടടാ. എന്താ? ആ പെണ്ണിന്റെ കൈയെടുത്ത് അവളുടെ തലേന്റെ മേലെ വെച്ചിട്ട് ഇനി കുടിക്കാൻ പാടില്ലെന്ന് എന്റെ അടുത്ത് സത്യം വാങ്ങിച്ചിരിക്കുന്നടാ. ഓവർ ആക്കല്ലേ മോനെ. ഞാനും കുറെ കാലമായിട്ട് ലവ് ചെയ്യുന്നതാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല. അളിയാ, അതൊക്കെ പോട്ടറാ. നിനക്ക് കമ്പനിക്ക് ഞാനല്ലേ ഉള്ളത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിന്നെ ആരും പ്രേമിക്കില്ല. നിനക്കൊന്നും ആരും പെണ്ണ് കെട്ടിച്ച് തരില്ലടേ. അതല്ല, നിനക്ക് ചത്തു പൊക്കൂടെ? അതിനൊരു യോഗമൊക്കെ വേണ്ടേ? ഇവൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തിന്റെ കേടാ? മണ്ട ശിരോമണി, നീയൊക്കെ എന്ത് ജന്മോടാ? എടുത്തു കുടിക്കി. അതിശയാണല്ലോ, പുറത്ത് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഓ വെറുതെ ആണെന്നേ. ഇന്നലെ പ്രേമിച്ചു തുടങ്ങിയവരൊക്കെ ഭയങ്കര സ്റ്റൈല് കാണിക്കുന്നേ. നമ്മളൊക്കെ വേസ്റ്റ് ആണ്. നമ്മുടെ ഈശ്വരന്റെ കാര്യമാ. ഞാൻ അവനെ അറിഞ്ഞു തുടങ്ങിയത് മുതൽ അവൻ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഇന്നലെ ആ പെങ്കൊച്ച് ഒറ്റ പ്രാവശ്യം ചോദിച്ചുള്ളൂ. ഒന്നും പറയാതെ അവളെയും വിളിച്ചോണ്ടങ്ങ് പോയെന്നേ. അവസാനം ഞാൻ റോട്ടിൽ ഒറ്റയ്ക്കായി. അതും സാരമില്ലെന്നേ. രാത്രി വെള്ളം അടിക്കത്തില്ലെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ അവള് സത്യം വാങ്ങിച്ചു എന്ന് പറയുന്നു. ഞാനും എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. എപ്പോഴെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? എന്നോട് മിണ്ടണ്ട. അവൾക്ക് ബുദ്ധിയുണ്ട്. അവള് സത്യം വാങ്ങിച്ചു. നിനക്കത്ര ബുദ്ധിയൊന്നും ഇല്ലാത്തോണ്ട് നീ വെറും മണ്ടിയല്ലേ. നീ സത്യം ചെയ്തേ മതിയാവൂ. ഇനി നീ കുടിക്കാൻ പാടില്ല. ഇനി കുടിച്ചെങ്കിൽ നീ എന്നെ അങ്ങ് മറന്നേക്ക്.
നിന്നെ പുറത്ത് വിളിച്ചോണ്ട് വന്നതിന് എനിക്കിത് തന്നെ വേണം. ഹലോ, ആ പറഞ്ഞോ. ഓ അങ്ങനെയാണോ? ആ ഞാൻ പുറത്ത് വന്നിരിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങനെ തന്നെ ഇങ്ങ് വന്നേര്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നേ. ഓക്കെ. ആരാ? ഹേമ വന്ന് വിളിച്ചോണ്ട് പോകാൻ പറയുന്നത്. പോയി കൂട്ടിക്കൊണ്ട് വന്നൂടെ? അവള് വന്നോളൂന്നേ, നമ്മുടെ ഏരിയ അല്ലേ. പെൺകുട്ടിയല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്കാണോ വിടുന്നത്? അതെന്താ, നിന്നെയൊക്കെ ഒറ്റയ്ക്കല്ലേ വിട്ടിരിക്കുന്നത്? സോറി, നീ ഒരു പെണ്ണേ അല്ലല്ലോ, റൗഡിയല്ലേ. ദാ നോക്ക്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, മര്യാദയ്ക്ക് വാ. ഹലോ, ഹേമ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നോണ്ടിരിക്കുക. നീ അവിടെ അടുത്തുണ്ടെങ്കിലേ അൻപിന്റെ കട വരുന്നവരും നോയിക്കോ. എടി നിക്കടി, എന്താടി? എടാ ഹരി, നീ എവിടെയാ? എന്റെ കടയുടെ മുന്നിൽ അടി നടക്കുക. വേഗം പാടാ. ജംഗ്ഷനിലെ ചായക്കടയുടെ അടുത്ത് നമ്മുടെ ചേച്ചിയുടെ മോനെ ആരോ അടിക്കുന്നു. എടീ, നീ വീട്ടിലേക്ക് പോ, ചെല്ല്. എടാ നിർത്ത്, ഞാനല്ലേ പറയുന്നത്, വിടാനാ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേൾക്ക്. അവനെ വിടണോ? എന്താടാ ഇത്? എവിടെയുള്ളവരോടാ ഞങ്ങള്? നിങ്ങൾ ആരാ അടിച്ചെന്നറിയോ? ആ പറയൂ ചേച്ചി. നീ എവിടെടാ? മരുമോനെ അടിച്ചിരിക്കുന്നു ചേച്ചി. നീ എന്തൊക്കെയാ പറഞ്ഞ? അതെ ചേച്ചി, നമ്മുടെ ഏരിയയിൽ തന്നെ ഇട്ട് അടിച്ചിരിക്കുന്നു. ഇവനെ ഇപ്പൊ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണം ചേച്ചി. വെറുതെ സീനാക്കൽ, ഇതിപ്പോ ഇലക്ഷനാണ്. ഓരോരുത്തന്മാരെ കൈകാലം പിടിച്ചാണ് മേയറിന്റെ സീറ്റ് വാങ്ങിയേക്കണം. 3-4 കോടിയാണ് ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കിയേക്കണം. ഈ സമയത്ത് നീ എങ്ങാനും വെറുതെ മുട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എല്ലാം ഡാർക്ക് സീനാവും. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. പിന്നെ ആരും നമ്മള് ബഹുമാനിക്കില്ല. ഇപ്പൊ നീ ഒന്ന് അടങ്ങ്, ഇലക്ഷൻ ഒന്ന് കഴിയട്ടാ, എന്നിട്ട് പണിയാണോ നമുക്ക്? നീയൊക്കെ ആദ്യം അവിടുന്ന് ചെലിച്ചേ. എന്തെങ്കിലുമൊക്കെ ചെയ്യ്. നിങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടില്ലെന്നാണോ? അന്ന് ഉണ്ടടാ നിങ്ങൾക്ക്. എനിക്ക് മരുമോനെ ഞാൻ നോയിക്കോളാം. നീ വാ. എന്തിനാ എപ്പോഴും അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്? കളയുന്നേ. ഒരു പെണ്ണിനോടാണ് അവന്റെ നാർത്തരം കാണിക്കുക. എങ്ങനെയാ വിടാൻ തോന്നുക? ഞാനവിടെ പോയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? അവന്റെ അമ്മ കൗൺസിലർ ആണെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാന്നാണോ? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ, വിട്ട് കളയുന്നേ പ്ലീസ്. അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ? എന്താ? അത് പിന്നെ നാളെ എൻ്റെ പിറന്നാളാ. എനിക്ക് നിങ്ങളുടെ ഒപ്പം അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ വരാമോ? അത് പിന്നെ മറ്റന്നാൾ ഞങ്ങളുടെ അമ്മയുടെ നാട്ടിൽ പോവുക. 4 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. നാട്ടിലേക്ക് എന്തിനാ? വെറുതെയാ, ഒരുപാട് നാളായി പോയിട്ട്. അതുകൊണ്ടാ അച്ഛനൊന്ന് പോവാന്ന് പറഞ്ഞത്. എന്നാ ശരി, ഞാൻ പോവാ, അച്ഛൻ വരാറായി. രാവിലെ അമ്പലത്തിൽ പോവാൻ വരില്ലേ? എന്തേ പോവാം?
ഞാൻ വെക്കാറില്ല. നിങ്ങൾ തൊടണ്ട, എനിക്ക് തൊട്ട് തന്നൂടെ? തൊടുന്നേ. മിഴിയാകും ദീപമൊരുങ്ങി തിരിനീട്ടും സ്നേഹമൊരുങ്ങി എൻ മനസ്സിൻ പുണ്യം നീയല്ലേ. നിൻ പ്രണയ സന്ധ്യകളിൽ ഞാൻ നറുതിങ്കൾ ചന്ദനമാവ് നീഹാരം പോലെ ചിറകുള്ള കിനാവിൻ ചില്ലിൽ നിന്നഴകിൻ നിറവുകൾ മാത്രം എന്നുയിരിൽ ഉതിരും പൂവേ. അലിവാർന്ന നിന്റെ ഇതളം നിലെന്റെ വെൺവാസന്തം പറന്നെത്തുമെന്നും എൻ ജീവസ്പന്ദനമായി നീ അലിപോലും പൗർണമിയായി നീ സ്നേഹനിലാപ്പൂവൽ പെൺപൂവേ. നിത്യകുങ്കുമമലരായി ഞാൻ നിന്നെ അനന്തമണിഞ്ഞിടാം. ഒറ്റത്താമര ഇതളായി ഞാൻ നിന്ദയിലേറ്റു വിരിഞ്ഞിടാം. ഏതോ നന്മ സുഹൃതമിതേ ഞാനെന്നും നിനക്കുള്ളതല്ലേ. ഇരവുകൾ പകരം ഇളവിളക്കൊളിയായി തെളിഞ്ഞ നിൻ തൂമുഖം. മനസ്സുകൾ നിറയും മാറുകിളി മൊഴിയായി പകർന്നിടാം നിൻ സ്വരം. മഴയിൽ നനയും മഴവിൽ പോലെ എൻ നെഞ്ചം പൂർണ്ണവർണ്ണം ചേർന്നിടും. ഇമകൾ രണ്ടും ഇളവേൽക്കാം ഞാൻ നീയാകും സൂര്യമൗനമേ. വിൺചെറുമുകിൽ പ്രാവിൻ ചുണ്ടിൽ ഒരു നെൽമണിയാകും താരം. പ്രണയനിലാപ്പീലി കണ്ണാൽ നമ്മെ നോക്കി പാടും സംഗീതം. സാരേ മാ പാപനമാ രേ രേ മഗരേ സരിധനി സാ. സാരേ മാ പാപനമാ രേ മരി മഗരേ സരിധനി സാ. സരി രേ മ മാ രേ മ പദമാ പാ സാ സാ സരി ര പ മഗരേ സാ. അയ്യോ, ഒന്ന് നിർത്ത്. എന്തു പറ്റി? അച്ഛൻ എന്താടാ ഷർട്ട് പോലും മാറ്റാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത്? എടാ നിന്നോടാ ചോദിച്ചത്, എന്താ പറ്റിയത്? അല്ല, അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ അവളുടെ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരും കണ്ടു.
അദ്ദേഹത്തിനൂടെ വണ്ടി കയറിപ്പോയി. പിന്നെ എന്തു പറ്റിയെന്നൊരു പിടിയുമില്ല. എന്താടാ പറയുന്നത്? എപ്പോഴാണ് സംഭവിച്ചത്? ഹലോ ഹലോ, ഇത് ഞാനാ. അച്ഛനൊന്നും പറഞ്ഞില്ല, എന്നോടൊന്നും ചോദിച്ചതുമില്ല. രാവിലെ നാട്ടിൽ പോവുക. അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഞാനിപ്പോ. ഞാൻ വന്നതിന് ശേഷം വീട്ടിൽ വന്ന അച്ഛനെ കാണണം കേട്ടോ. അച്ഛൻ സമ്മതിക്കാതെ ഇരിക്കില്ല. എന്നാ ശരി, ഞാൻ വെക്കുവാ. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ. എന്താടാ? ആരാ? അവള് തന്നെയാ. അവളുടെ അച്ഛനൊന്നും ചോദിച്ചില്ലത്ര. നാളെ രാവിലെ എല്ലാവരും നാട്ടിലേക്ക് പോവാണ്. വന്നിട്ട് മുതിർന്നവരെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അപ്പൊ പ്രശ്നമൊന്നുമില്ല, പോയി നോക്കാം. മുതിർന്നവരെ ആരാ ഉള്ള കൊണ്ടുപോകാനായിട്ട്? ഓ, അത് വിട്, എന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോവാം. അയാൾക്ക് എന്നെ കണ്ണെടുത്താ കൊണ്ടുവിടാ. പിന്നെ എങ്ങനെയാ? അളിയ, എന്താ ഇത്? നിക്ക്, ഞാൻ പറയാം. എന്താണെങ്കിലും ഞാൻ പോയി സംസാരിച്ചോളാം. അയാള് വരത്തില്ലെന്ന് വല്ലതും പറഞ്ഞാലേ ഞാൻ നോയിക്കോളാന്നേ. ഒന്നുമില്ല അളിയ, രാവിലെ ഇവൻ ആ പെങ്കൊച്ചിന്റെ കൂടെ അമ്പലത്തിൽ പോകുമ്പോ അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതുകൊണ്ട് അവളിപ്പോ ഇവനെ വീട്ടിലോട്ട് വന്ന് സംസാരിക്കാൻ വിളിക്കുന്നത്. അപ്പൊ മുതിർന്നവരായിട്ട് പോകാൻ എന്റെ അച്ഛൻ കൂടെ വരുമെന്ന് പറഞ്ഞതാ. എന്താടാ, ജോലിക്ക് പോയില്ലേ? ഒരു മിനിറ്റ്, നിങ്ങളോട് സംസാരിക്കണം. അവനിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടേ. നമ്മുടെ ഈശ്വരനെ ഒരു പെങ്കൊച്ചിന് ഇഷ്ടമാണ്. ഇവനും അവളെ ഇഷ്ടമാണെന്ന്. അവളുടെ വീട്ടിൽ പോയി മുതിർന്നവരുമായിട്ട് സംസാരിക്കാൻ പറയുന്നു. അവളുടെ കുടുംബക്കാരൊക്കെ എങ്ങോട്ടോ പോയിരിക്കുക. തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളൊന്ന് പോയി സംസാരിക്കണം. വേറെ വല്ലതും ചെയ്തു തരണോ? അത്രേ ഉള്ളു. നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകണ്ടേ? വീക്ക് വെച്ചെന്നാളുണ്ടല്ലോ. നിന്റെ വായിൽ എന്താടാ, കുഴക്കട്ടെയാണോ? അവൻ പറയുന്നത് സത്യമാണോ? അപ്പൊ നീ വേണ്ട അത് ആദ്യം എന്നോട് പറയാൻ. അവനാരാ ആദ്യം ഇത് എൻ്റെ അടുത്ത് പറയാൻ? അല്ല, എനിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ. നിനക്ക് ഞാനല്ലാതെ പിന്നെ ആരാടാ വരിക? നീ എൻ്റെ മോനെ പോലെയാടാ. എന്നാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. എന്താ അളിയ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നേ? ഞാൻ വിചാരിച്ചു അടിച്ച് നിന്റെ കരണക്കുറ്റി പൊട്ടിക്കുന്നു. ഇയാളോട് ഇങ്ങനെ സംസാരിച്ചാലേ ശരിയാവത്തുള്ളൂ. നമ്മൾ പേടിച്ചാണ് സംസാരിക്കുന്നതെന്ന് വെച്ചോ, നമ്മുടെ തെറ്റൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി പുരാണ കഥകളൊക്കെ പറഞ്ഞ് 2 മണിക്കൂർ എടുത്തേനെ. ഇങ്ങനെയെങ്കിലും സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് ശരി. ഇനി ഇവരുടെ കല്യാണമൊക്കെ നടത്തിക്കൊടുത്ത് ഇവൻ നാണിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. സുഖമാണോ ചേട്ടാ? അവനെന്താ കുഴപ്പം? കല്യാണമൊക്കെ ഉറപ്പിച്ചില്ലേ? എപ്പോഴാ പോയി സംസാരിച്ചേ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതുവരെ പോയില്ലെന്നേ. അവരുടെ വീട്ടുകാർ വന്നിട്ട് പോയി സംസാരിക്കണം. അവിടെ പോയി ബഹുമാനമില്ലാതെ സംസാരിക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കാനാ പറയുന്നത്? മര്യാദയ്ക്ക് സംസാരിച്ചോണം. അല്ലാതെ അവിടെ പോയി ആവശ്യമില്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഓ പിന്നെ, എല്ലാം ഞങ്ങൾക്ക് അറിയാം കേട്ടോ. നിനക്ക് ഒരു ചുക്കും അറിയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോകുന്നു. ഹലോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ. ചെല്ല്. ചേട്ടാ, ഇവനെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. എന്നെ കുറിച്ച് എല്ലാം അറിയാന്ന് അവളുടെ വിചാരം. എന്താടാ, അവനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഒരു വെച്ചാ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പഴാ മനുഷ്യനെ പോലെയുള്ളത്. അവനോടൊന്ന് പറ. എന്താടാ നിനക്ക് പറ്റിയത്? അവള് കുറെ ദിവസമായിട്ട് ആഗ്രഹിച്ച് ചോദിച്ചതാണ്. അവള് ചോദിച്ചാൽ മാത്രം എല്ലാം ചെയ്തു കൊടുക്കും അല്ലേ? ശരി, വന്നേ വന്നേ. കേറിക്കോ. മോനെ, നേരെ അമ്പലത്തിലേക്ക് പോട്ടെ, പ്രാർത്ഥിക്കണം. നേരെ അവളുടെ വീട്ടിലേക്ക് പോയാൽ മതി. ചേട്ടാ, ഇവിടെ തന്നെ നിർത്ത്.
ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഫോൺ എടുക്കാതെ ഇവൻ എന്താ ചെയ്യുന്നേ? ഗായത്രി, നീ ഉറങ്ങാതെ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ. പോയി കിടക്ക് മോളെ. ശരി അമ്മേ. ഡാ ഡാ ആ അതവിടെ ഇരുന്നോട്ടെ. എവിടെ പോയി അവന്മാർ രണ്ടുപേരും? അവൻ വെറുതെ തന്നെയല്ലേ ഇരുന്നത്? നീയല്ലേ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? നീ കാരണം എല്ലാരും നീയൊക്കെ എന്താടാ നാണം കെട്ടത്? അവനല്ലേ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അവന് കല്യാണം കഴിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? മര്യാദയ്ക്ക് സംസാരിക്കാം. എന്തോ മര്യാദയ്ക്ക് സംസാരിക്കണോ? നീ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലും. നീ ചെയ്ത കാര്യത്തിന് മര്യാദയ്ക്ക് സംസാരിക്കണോ അല്ലേ? ദേ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നിന്നോടാ ചോദിക്കുന്നത്. നീ തന്നെയല്ലേ പറഞ്ഞത് വീട്ടിൽ വന്ന് സംസാരിക്കാൻ? എന്നിട്ട് ഞങ്ങളെ കണ്ട എന്താ തോന്നുന്നു? അതെ, ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞത് വരാനായിട്ട്. ഇപ്പോഴും ഞാൻ തന്നെ പറയാം, എനിക്കിത് താല്പര്യമില്ല. ദയവേത് ഇവിടെ നിന്ന് പോകാമോ? ഞാൻ എന്റെ അച്ഛന്റെ വാക്ക് മാത്രമേ കേൾക്കൂ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ തെരുവിൽ നിന്ന് ഞങ്ങൾ നാണം കെടുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ലെന്നു. ഒന്ന് പോവും ഇവിടെ. ഇപ്പൊ എന്തിനാടി വേണ്ടാന്ന് പറയുന്നത്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ. ഇവളെ ഞാൻ വിടില്ലടാ. നിന്നെ കരയിപ്പിച്ചിട്ട് ഇവളെങ്ങനെ സൂഹിക്കണ്ട. നീ അകത്തേക്ക് പോ. എന്തെങ്കിലും ഒന്ന് പറയടാ. നിന്നോടാണ് പറയുന്നത്. മനസ്സിൽ തന്നെ വെക്കല്ലേ. സംസാരിച്ച് തീർക്ക്. ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? എടാ, നിന്നോടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? സങ്കടം വന്ന കരഞ്ഞെങ്കിലും തീർക്ക്. ആ ഭാരം കുറയട്ടെ. വരില്ല, എനിക്ക് കരച്ചിലൊന്നും വരില്ല. അച്ഛനമ്മയും പോയപ്പോ വരാത്ത കരച്ചില് ഇവള് പോയപ്പോ എനിക്ക് പെട്ടെന്ന് വരുന്നാണ് വിചാരിക്കുന്നത്. കരയാൻ പറ്റത്തില്ലെങ്കിൽ നീ എന്താ മൃഗമാണോ? അതേടാ, മൃഗം തന്നെയാ. അതിലും പാവപ്പെട്ട ഒരു മൃഗം. അളിയ, എടാ എന്തോന്നാണ് ഇത്? അളിയ, അവള് വരുന്നുണ്ട്. നിന്റെ ഫോൺ എവിടെയാ? എത്ര പ്രാവശ്യമായിട്ടാ ഞാൻ വിളിക്കുന്നേ? എന്ത് പറ്റിന്നൊന്ന് വിളിച്ചു പറഞ്ഞാ എന്താ നിനക്ക്? എല്ലാം പോയെന്നേ. അവള് ഇവനെ ചതിച്ചെന്നേ. അവിടെ ചെന്നപ്പോ വേറൊരുത്തന്റെ കൂടെ ചിരിച്ചോണ്ട് നിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? അത് വിടന്നേ. അപ്പോ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതോ? ഹേയ്, അവൻ പാവമാണെന്നേ. അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഓ, അപ്പൊ എനിക്ക് എന്ത് പറ്റിയാലും നിനക്കൊരു കുഴപ്പമില്ല. നിനക്കൊന്നും പറ്റത്തില്ലെന്നേ. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോലും. ഹേയ്, വിട്. എനിക്ക് നിന്നെ വേണ്ട. ഓടി പോ. നീയും അവളെ പോലെ കുറച്ചു ദിവസം കഴിഞ്ഞ് എന്നെ ഇങ്ങനെ പറ്റിക്കാൻ പോയതല്ലേ? അതിപ്പോ തന്നെ അങ്ങ് ചെയ്തോ. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ തന്നെയാ. ചെല്ല്, പോവാൻ നോക്ക്. നിങ്ങക്ക് വെറുതെ പ്രേമിച്ച് പറ്റിക്കാൻ ഞങ്ങളെ കിട്ടിയോളോ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇനി അങ്ങനെ പറയോ?
എന്നെ നീ അടിച്ചല്ലേ? നിക്കടി അവിടെ. ഡാ, വാടാ അവിടെ ഇരിക്കേ. ഇവളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? നീ വെറുതെ വിഷമിക്കല്ലേടാ. ഞാനുണ്ട് നിനക്ക്. നമുക്ക് ഒരു പെങ്കൊച്ചും വേണ്ട. അല്ലിക്കൊടിയേ മല്ലിക്കൊടിയേ നീ എൻ മനസ്സിൻ ഓർമ്മച്ചിറകിൻ മന്ത്രച്ചരടിൽ മൗനങ്ങൾ പതിക്കേ. നീയില്ലാ പകലും ഇരുളിലായൊളിക്കും ഇരവിലെ നിലവും കനല് പോൽ പടരും. ഉള്ളു പൊള്ളുമീ നിമിഷം വെറും മണ്ണിൻ തരിയായി മാറിടും. പഴയ നിനവോടെ ഇതൾ വാടും നറുപൂക്കൾ പോലെ നിലവിനലമായ്ക്കും ഇരുളാകെ നിറയുന്നു നെഞ്ചിൽ. മരണത്തിൻ മറുകര പോൽ മറയുന്നു നീയും. മോഹം തഴുകുന്നു മിഴികളിലെ നനവോർമ്മ മാത്രം. തളരുമൊരു പാട്ടുമായി തരളമൊഴുകും മനം. ഇടറുമിട നെഞ്ചിലെ സ്വരം ഇതൾ പൊഴിഞ്ഞു നിൽക്കവേ. മനസ്സിന്റെ മൊഴികളായ ശ്രുതി മറന്ന മർമരമാ. ഹലോ, എന്താ? എപ്പോ? ഇപ്പൊ അവൻ എവിടെയുള്ള? നമ്മുടെ സൈഡിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അടിവെല്ലാം കൊണ്ടിട്ടുണ്ടോ? അതെ, ആരാ? ശരി, നീ ഫോൺ വെക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആർക്ക് പരിക്ക് പറ്റിയെന്നാ പറഞ്ഞേ? നമ്മുടെ രവിയുടെ കയ്യാരോ വെട്ടിയത്രേ. നിങ്ങൾ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ല. ഇൻസ്പെക്ടർ നമ്മുടെ ആളാ. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടതാ. ഇപ്പൊ അവൻ എവിടെ? അകത്തുണ്ട്. ആ, നമുക്ക് എന്തിനാടാ ഈ പണിയൊക്കെ? അല്ലമ്മാവാ, ജോലി ചെയ്യാൻ കഴമ്പില്ലാതെ എല്ലാവരുടെ അടുത്തും പോയി നമ്മളെ നാറ്റിക്കാൻ നോക്കുക എന്ന് വെച്ച് ഇങ്ങനെയാണോ? എന്തെങ്കിലും സംഭവിച്ചാവൻ ചത്തുപോയാൽ എന്ത് ചെയ്യാടാ? പണം നഷ്ടപ്പെട്ട സാരമില്ല, പക്ഷെ മാനമര്യാദ പോയാലോ? തലയെടുക്കാൻ വേണ്ടിയാ പോയത്, പക്ഷെ കൈ എടുക്കാനേ പറ്റുള്ളൂ. പറടാ. ഇവനോടൊന്നും മിണ്ടായിരിക്കാൻ പറ.
വക്കീലിനോട് സംസാരിച്ചോ? കാലത്ത് മറ്റൊരാളോട് സറണ്ടർ ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്രശ്നം വലുതാവേ ചെയ്യൂ. ഞാൻ ഇവനെ മധുരയിലേക്ക് വിളിച്ചോണ്ട് പോവാ. നീ ഇവിടെ നിന്ന് എല്ലാം നോക്കിക്കോ. ശരി. ഡോക്ടർ എവിടെ ഉള്ള? അകത്തുണ്ട്. എന്താടാ ഇത്? കോളേജിൽ ആരെയും കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ. ഹലോ ചേട്ടാ, ഇതെന്താ കോളേജിൽ ആരും ഇല്ലാത്ത? കോളേജിന് ലീവാ മോനെ. ഇന്ന് എന്തിനു ലീവാ? ഗവൺമെന്റ് അവധിയൊന്നും അല്ലല്ലോ. പിള്ളേർക്ക് പരീക്ഷ വരുന്നില്ലേ, അതുകൊണ്ടാ 10 ദിവസം ലീവ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ ചെയ്യുന്നേ? പറഞ്ഞിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അതിരിക്കട്ടെ, നീ ആരാ? ഞാനോ? അതൊക്കെ വഴിയാ മനസ്സിലായിക്കോളും. അളിയാ, സ്റ്റഡി ലീവാണെന്ന്. 10 ദിവസത്തെ അവധിയുണ്ടെന്ന്. ശരി, കേറ്. എന്താടാ വീടും പൂട്ടിക്കിടക്കാണല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കുന്നേ. നീ ആ കുമാറിനെ വിളിക്ക്. എന്തിനാടാ? വിളിക്കടാ. വീട്ടിലേക്ക് ആള് വന്നാ വിളിക്കാൻ പറ. കുമാറല്ലേ? ഹലോ, വന്നു കഴിഞ്ഞോ? ഓക്കെ, താങ്ക്സ് അളിയാ. ചുമ്മാ ആവശ്യമില്ലാതെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. എന്റെ ക്ഷമയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരി, ഫോൺ വെക്ക്, ഞാൻ വന്ന് നോക്കിക്കോളാം. നിങ്ങളൊക്കെ വോട്ടിട്ട് എന്നെ ഇപ്പൊ ജയിപ്പിച്ചല്ലോ. പോസ്റ്ററൊക്കെ അടിച്ച് വെറുതെ സീനായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ആങ്ങളെ ഉണ്ടല്ലോ, എന്താവശ്യം ഉണ്ടെങ്കിലും അവനോട് പറഞ്ഞേക്കട്ടാ, അവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ശരി ചേച്ചി. എന്റെ ഭരണം നല്ലതാണെന്ന് മാത്രം എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ പാടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കണത്. മനസ്സിലായല്ലോ? അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചേച്ചി, ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം മറക്കല്ലോട്ടോ. മോനെ, അതെന്താന്നൊന്ന് നോക്കടാ. എനിക്കൊന്നും നോക്കാൻ പറ്റില്ല. ഈ കാര്യം വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചോ? എന്താടാ നീ പറയണ? അതങ്ങനെയാ. നിങ്ങളെന്നാ അറിയിക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി, ശരി, ആയിക്കോട്ടെ. നിന്റെ പ്രശ്നം എന്താടോ? ഈ ഇലക്ഷൻ സമയമാണ്. മരുമോനെ അടിച്ചവനെ വെറുതെ വിടാൻ പറഞ്ഞു. ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നില്ല, അറിയോ? സ്വന്തം ചേച്ചിയുടെ മോനെ അടിച്ചവനെ വെറുതെ വിട്ടുവെച്ചിരിക്കുന്നെന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാ. പോയേച്ചി, ഇപ്പൊ അതിന് എന്ത് ചെയ്യണോന്നാ നീ പറയണ? മരുമോനെ അടിച്ചവനെ ആദ്യം ഞാൻ കൊല്ലും. പിന്നെ നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറ, ഞാൻ ചെയ്യാം. ഞാൻ ഇപ്പോഴാണ് പോസ്റ്റിംഗ് കയറിയേക്കണ. നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേട്ടോ. ആൾക്കാരറിഞ്ഞ വെറുതെ ഡാർക്കാവൂട്ടോ. നീ വെറുതെ മിണ്ടാണ്ടിരിക്കും. എടാ മരുമോനെ, വാതിൽ തുറക്കടാ. ശരി അമ്മാവാ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തേക്കാം. ആ ശരി ശരി. എന്നാളിയാ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. അമ്മാവൻ എന്ത് മേടിച്ചാലും ഏത് കളറായാലും കുഴപ്പമില്ല. എന്താടോ വണ്ടിയെ പറ്റി അന്നല്ലോ സംസാരം? അതെ അതെ, കല്യാണം ഒക്കെ ആയില്ലേ. നല്ല കാര്യമാണ്. പെണ്ണ് വീട്ടുകാരെ ഇപ്പൊ വിളിച്ചത്. ഭയങ്കര ഹാപ്പി അവര്. നാളെ എല്ലാവരും വരുന്നുണ്ട്. നിങ്ങളും വരണം കേട്ടോ. പിന്നെന്താ, ഞാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും വരാം. സംസാരിക്കണമെങ്കിൽ അപ്പുറത്ത് പോയി സംസാരിക്കും. തനിക്ക് എന്താടോ? ഞങ്ങൾ എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കും. പോട്ടെ, വിട്ടേക്ക്. വിട്ടേക്കേട്ടാ, അവൻ വേറെ ടെൻഷനില്ല. ചേട്ടൻ പോയിക്കോളൂ. നിങ്ങൾ വന്നേ. എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോ വയ്യാവേലി? നമ്മുടെ സമയം തന്നെ മോശമാടാ. ഇത്രയും ദിവസം ഞാൻ അവളോട് സംസാരിക്കാതെ ഇരുന്നിട്ടേ ഇല്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എത്ര ദേഷ്യപ്പെട്ടാലും ഒരു ദിവസത്തേക്കേ ഉള്ളെന്നേ. അത് കഴിഞ്ഞ് അവള് തന്നെ സംസാരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പോട്ടളിയ, ഇന്നൊരു ഒറ്റ ദിവസമല്ലേ ഉള്ളൂ. നാളെ കോളേജ് തുറക്കുമ്പോ നമുക്കെല്ലാം സംസാരിക്കാം. നീ എന്റെ അളിയ ഒന്ന് കൂളായിരിക്കടാ. എന്നേച്ചി, അമ്മ ഞാൻ ഇറങ്ങാണ്. കഴിച്ചിട്ട് പോമോളെ. ഇല്ലമ്മ, ഇപ്പൊ തന്നെ നേരം വൈകി. ഞാൻ പോവാ. മോളെ, ഒന്നും കഴിക്കാതെ വെറു വീട്ടിലാണോ നീ പരീക്ഷയ്ക്ക് പോണത്? ചേട്ടനോട് നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാന്നേ. നീ കഴിച്ചിട്ട് പോകണേ. ഞാൻ വന്നേക്കാം. ഞാൻ വരുന്നവരെ ആരും ഇങ്ങോട്ട് പോകണ്ട. നീ ഒരു കഴിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമ്പോളെ, അല്ലെങ്കിൽ നീ വരുന്നവരെ നിന്റെ അമ്മ ഒന്നും കഴിക്കില്ല. നീ കഴിക്ക്, ഞാൻ കൊണ്ടുപോയി നിന്നെ വിട്ടേക്കാം. പറ.
ആ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ? ഇതുവരെ വന്നില്ലല്ലോടാ. എടാ വരൂന്നേ. എടാ അതാരാടാ? അതവളുടെ അമ്മാവനാ. അവൻ എന്തിനാടാ ഇവളെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത്? നന്നായിട്ട് പരീക്ഷ എഴുതണം. കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് വിളിച്ചോളാം. അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ വന്നേക്കാം. എനിക്കൊന്നും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാൻ വന്ന് വിളിക്കാമെന്നേ. എന്നാ ശരി. ആ ഇവളൊക്കെ എങ്ങനെ ജയിച്ചതെന്ന് അറിയില്ല. അളിയാ, സൂക്ഷിച്ചാ നിനക്ക് നന്ന്. നീ എന്ന് അവനെ തല്ലിയതിന് എന്തായാലും പകരം വീട്ടാതിരിക്കില്ല. നീ എന്തിനാടാ അത് ഓർമ്മിപ്പിക്കുന്നത്? അത് കഴിഞ്ഞ് എത്ര നാളായി? എടാ അങ്ങനെയൊന്നും പറയല്ലേ. ഇലക്ഷൻ ആയതുകൊണ്ട് മിണ്ടാതിരുന്നൂടെ? എന്തിനും സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? പറവാണ്ടി ചേട്ടാ, അച്ഛൻ പെട്ടെന്ന് വീട്ടിൽ ബോധം കെട്ട് വീണു. നീ എന്തായി പറയുന്നേ? എന്താന്നറിയില്ല. ഡോക്ടർ പെട്ടെന്ന് ടൗണിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹാർട്ട് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പൊ എവിടെയാ നിങ്ങൾ? ഞങ്ങൾ ഹൈവേ കഴിഞ്ഞ് വന്നോണ്ടിരിക്കുക. ശരി, നിങ്ങൾ സൂക്ഷിച്ചു വാ. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എല്ലാം ഏർപ്പാടും ചെയ്തേക്കാം. ചേച്ചി, അച്ഛന് വയ്യാതായെന്ന്, പെട്ടെന്ന് മയങ്ങി വീണെന്ന്. അച്ഛൻ എന്തു പറ്റി? നന്നായിരുന്നല്ലേ? പാണ്ടി കൂടെ തന്നെയുണ്ടോ? ചേച്ചി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാണ്ടി കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക്, ഞാൻ പോവാ. അച്ഛാ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ സാരമില്ല മോളെ. ഡോക്ടർ എന്താ പറഞ്ഞ? ഹാർട്ടിൽ അടപ്പുണ്ടെന്ന്. 1 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുന്ന. പേടിക്കേണ്ട ആവശ്യമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്തിനാ മടിക്കുന്നേ? ഉടനെ ആ ഓപ്പറേഷൻ അങ്ങ് നടത്തിക്കൂടെ? ഇല്ല മോളെ, നമ്മുടെ ഗായത്രിയുടെയും പാണ്ഡ്യയുടെയും കല്യാണം കഴിയാതെ എനിക്ക് ഒരു ഓപ്പറേഷനും വേണ്ട. അമ്മാവാ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. അത് ശരിയാവില്ല മോനെ. ഈ കല്യാണം കണ്ടാ മതി എനിക്ക്. പിന്നെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. ആ, എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്കൊന്നും അറിയില്ല മോളെ. മോനെ, നാളെ നല്ല മുഹൂർത്ത ദിവസാ. നാളെ തന്നെ നമുക്ക് നിശ്ചയം നടത്താം. വരുന്ന പൗർണമിയിലെ ആദ്യത്തെ മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. അങ്ങോട്ട് എന്തിനാ നോക്കുന്നത്? നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ? എല്ലാം ശരിയാണ് അമ്മാവാ. ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഏർപ്പാടാക്കാം? ഇതിൽ ഏർപ്പാട് ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മുടെ ബന്ധത്തിലുള്ള എല്ലാരെയും വിളിച്ച് വീട്ടിൽ തന്നെ അങ്ങ് നിശ്ചയം നടത്താം. മതിയല്ലോ. ഈ കല്യാണം കാണാതെ ഞാൻ ഒരു ഓപ്പറേഷനും സമ്മതിക്കൂല. പിന്നെ നിങ്ങളെ ഇഷ്ടം. ശരി അമ്മാവാ, ചെയ്തേക്കാം. അച്ഛൻ ഹോസ്പിറ്റലിൽ ഇരിക്കട്ടെ. നിശ്ചയത്തിന്റെ അന്ന് രാവിലെ അച്ഛനെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി അച്ഛാ. ഗായത്രി വരാനുള്ള സമയമായി. താക്കോൽ എന്റെ കയ്യില. ഞാനങ്ങോട്ട് പോട്ടെ. ആ ശരി, ഞാൻ നോക്കിക്കോളാം. നീ പോയിക്കോ. വീടിങ്ങനെ പൂട്ടിയിട്ടിട്ട് എല്ലാരും എങ്ങോട്ടാ പോയേ? എത്ര നേരം എന്നറിയോ പുറത്ത് നിൽക്കുന്നേ? ആശുപത്രി പോയിട്ട് വന്നതാ മോളെ. എന്ത്? ആശുപത്രിയിലേക്കോ? എന്തിന്? നീ കേറി വാ, പറയാം. എന്തിനമ്മ ആശുപത്രിയിലേക്ക് പോയേ? എന്തു പറ്റി?
മുത്തച്ഛന് ഹാർട്ടിൽ ബ്ലോക്കാന്ന്. പെട്ടെന്ന് ബോധം കെട്ട് വീണു. ഉടനെ തന്നെ നമ്മുടെ വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്താ അമ്മ ഈ പറയുന്നേ? ഇപ്പൊ മുത്തശ്ശൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 1 മാസത്തിനകം ഓപ്പറേഷൻ ചെയ്താൽ എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കി പിന്നെ ഓപ്പറേഷൻ അങ്ങ് ചെയ്യരുതോ? എവിടുന്ന്? നിങ്ങളുടെ കല്യാണം കഴിയാതെ ഓപ്പറേഷൻ നടത്താൻ സമ്മതിക്കില്ലെന്ന് നിന്റെ മുത്തശ്ശൻ വാശിയില്ല. ഞങ്ങൾ ആര് പറഞ്ഞിട്ട് മുത്തശ്ശൻ അനുസരിക്കുന്നില്ല. ഉടനെ നീയും പാണ്ഡ്യയും തമ്മിലുള്ള കല്യാണ നിശ്ചയം നടത്തി 1 മാസത്തിനകം കല്യാണം നടത്തണമെന്നാ പറയുന്നേ. എന്റെ കല്യാണത്തിന് എന്താ ഇത്ര ധൃതി? മുത്തശ്ശന് വേണ്ടി നമ്മൾ ഇതിന് സമ്മതിച്ചല്ലേ പറ്റൂ. എനിക്ക് നാളെ എക്സാം ആണമ്മേ. അച്ഛൻ എന്താ പറഞ്ഞേ? എല്ലാരും ഇതിന് സമ്മതിച്ചു കഴിഞ്ഞു. നാളെ നീ പോയി പരീക്ഷ എഴുതിട്ട് വാ. വൈകിട്ടല്ലേ ഇത്? സമ്മതമല്ലേ? ശരി, വാ. അതെ ചേച്ചി, പെട്ടെന്ന് തീരുമാനമായതാ. ചേട്ടനോട് പറഞ്ഞേക്കണേ, രാവിലെ തന്നെ എല്ലാരും ഇങ്ങ് എത്തണം. ശരി, പറയണേ. ഞാൻ വെക്കട്ടെ. പെട്ടെന്ന് നിശ്ചയിച്ചതാ, അതുകൊണ്ടാ നേരിട്ട് വന്ന് വിളിക്കാൻ പറ്റാത്തെ. ശരി കമലേ, വെക്കട്ടെ. അമ്മേ, പ്രിയയുടെ അടുത്ത് ഈ ബുക്ക് കൊടുത്തിട്ട് വന്നേക്കാം. നാളെ കല്യാണ നിശ്ചയമായിട്ട് എന്തിനാ ഈ നേരത്ത് പോകുന്നത്? അല്ലമ്മേ, ഇത് അവളുടെ ബുക്കാ. പരീക്ഷയ്ക്ക് അവൾക്കും പഠിക്കാനുള്ളതല്ലേ. അതുപോലെ നിശ്ചയത്തിന്റെ കാര്യം അവളോടും പറഞ്ഞിട്ട് വന്നേക്കാം. ശരി മോളെ, വേഗം വന്നേക്കണേ. ആ ശരി അമ്മേ. വാടാ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വല്ലതും കഴിച്ചോ? ആ, ആഹാരമൊക്കെ കഴിച്ചു. ഇപ്പൊ കുഴപ്പമില്ല. ഗായത്രി എവിടെ? കഴിച്ചിട്ട് കിടന്നോ? അവളുടെ ഫ്രണ്ട് പ്രിയയുടെ വീട് വരെ പോയിരിക്കുക. ഈ സമയത്തോ? അല്ലടാ, പ്രിയയുടെ ബുക്ക് നമ്മുടെ ഗായത്രിയുടെ അടുത്തായിരുന്നെന്ന്. നാളെ പരീക്ഷയല്ലേ, അത് കൊടുത്തിട്ട് കല്യാണ നിശ്ചയത്തിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് വരാന്നും പറഞ്ഞു പോയതാ. ശരി ശരി, എനിക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും താ. ദേ എടുത്തോണ്ട് വരാം. എന്താടാ ഇത്? ഇവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം. എന്നിട്ടും എന്നെ എന്തിനാ അവളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അളിയ, നീ എടുത്തടിക്ക്, എല്ലാം ശരിയാവുന്നേ. ഇത് കാരണമാണ് എല്ലാ പ്രശ്നവും. പക്ഷെ സങ്കടം വരുമ്പോ ഇത് തന്നെയാണ് നമ്മൾ കുടിക്കുന്നത്. എന്താണ് കാണിച്ചേ? നിനക്ക് എന്താ പറ്റിയത്? കൈ കാണിച്ചേ. നിനക്കെന്താ വട്ടു പിടിച്ചോടാ? അവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാ. ഇനി ഞാൻ ഇത് തൊടത്തില്ല. നീ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നെ? എന്നെ കാണാതെ എന്നോട് സംസാരിക്കാതെ 10 ദിവസം നീ ഇരുന്നല്ലേ? അതല്ല, നിന്നോടുണ്ടായിരുന്ന ദേഷ്യത്തില് ഞാൻ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ ചുറ്റിന് എന്താ നടക്കുന്നെന്ന് പോലും അറിയില്ല. പെട്ടെന്ന് അമ്മ എന്നോട് നാളെ എന്റെ നിശ്ചയമാണെന്ന് പറയുന്നു. നീ എന്താ ഈ പറയുന്നത്? എന്നെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോ. ഞാൻ നിന്റെ കൂടെ വന്നേക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നീ നാളെ കോളേജിലേക്ക് വരുമോ? എക്സാം എഴുതാൻ വേണ്ടി വരും. ഇപ്പൊ നീ വീട്ടിലേക്ക് പോ, ഞങ്ങൾ നോക്കിക്കോളാം. നീ പേടിക്കാതെ ചെല്ല്, ഞാൻ നോക്കിക്കോളാം. എന്താടാ ചെയ്യേണ്ടത്? നീ എന്നെ വിളിച്ചോണ്ട് ഡോക്ടറെ അടുത്ത് കൈ കാണിച്ചോണ്ടോ? എന്താടാ ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. പറയുന്നതാ നീ ചെയ്യ. ഞാൻ മുരുകന്റെ അടുത്ത് രാമന്റെ അടുത്ത് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ട് വരാം. നീ ഒന്ന് വന്നേ, നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം. മുരുകനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകും. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് വന്നേക്ക്. ശരിടാ. സൂക്ഷിച്ചു വേണം. എടാ, ആ കുമാരനെ വിളിച്ച് പറ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ ഇരിക്കാൻ പറ. ആരും അറിയാതെ പറയണം കേട്ടോ. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറ. ശരിടാ. ഹലോ കുമാരേ, ഞാൻ മുത്തുവ സംസാരിക്കുന്നത്.
സാറേ വണ്ടി ഒന്ന് മാറ്റിയിടണേ. ഇതാ പുറപ്പെട്ടു. അഭിനന്ദനം കൂട്ടുകാരാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതിരിക്കുക. ഞങ്ങളൊക്കെയല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല, നീ വന്നേ. അതേ അമ്പലത്തിലെ ഓഫീസ് റൂം പോയിട്ട് ഡ്രസ്സ് മാറ്റി ചെല. ഇന്ന് നിന്നെ കാണാൻ നല്ല രസമുണ്ട്. പേര് നക്ഷത്രമൊക്കെ പറ. ഹരി, മിഥുന രാശി, തിരുവോണം നക്ഷത്രം. ഗായത്രി നാംനാഹ അവയോഗ സഹകുടുംബാന കാർത്തികേയായ വിക്മഹേ സത്യഹസ്തായ ധീമഹി തന്നോ മന്ദപ്രചോദയാ. ഈ മാല എടുത്ത് കഴുത്തിലേക്ക് ഇട്ടേക്ക്. നേരെ മുരുകന്റെ വീട്ടിൽ പോവാം. ബാക്കി അവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ. പ്രിയ, ഗായത്രി എവിടെയാ? അവളിന്ന് എക്സാമിന് വന്നില്ലല്ലോ, എന്തു പറ്റി? നീ എന്തായി പറയുന്നേ? രാവിലെ ഞാനല്ലേ കൊണ്ടുവന്നത്. നീ അവളെ കണ്ടു കാണത്തില്ല. അവൾ എന്റെ മുമ്പിലായിരിക്കുന്നേ, എനിക്കറിയില്ലേ. അവളിന്ന് എക്സാമിന് വന്നില്ല. ചേട്ടാ ഇനി വന്നേ. രാവിലെ ഒരു കൊച്ചിനെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടില്ലേ? ദാ ഇവളോടൊന്ന് പറ, വരില്ലെന്ന് പറയുന്നു. നിങ്ങൾ ഇറക്കി വിട്ടപ്പോ 2 പിള്ളേര് ബൈക്കിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ അങ്കിളീ പറയുന്നേ? അത് ശരി, രാത്രി ഗായത്രി നിന്റെ വീട്ടിലേക്ക് വന്നോ? അവള് വന്നില്ലല്ലോ. സുഖല്ലേ? എന്റെ ചേട്ടൻ വന്നില്ലേ? ആ പുറകെ വരുന്നുണ്ട്. എന്താ എടുത്തോളൂ. എല്ലാവർക്കും സുഖല്ലേ? ആ ഗായത്രിയെ കാണാനില്ല. അവള് പരീക്ഷ എഴുതാൻ വന്നില്ലെന്നാ പറയുന്നേ. കോളേജിലെ വാച്ച്മാൻ പറയുന്ന 2 പിള്ളേരെ ഒന്ന് വിളിച്ചോണ്ട് പോയെന്ന്. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. ദാ ഞാൻ വന്നോണ്ടിരിക്കുക. എന്താ പറ്റിയത്? ചേച്ചി അകത്തോട്ട് പോ. നമ്മുടെ ആൾക്കാരൊക്കെ എവിടാടാ? ഉടനെ പുറപ്പെട്ടു വേടാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടാ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവന്മാർ ആരാന്ന് മനസ്സിലാക്കി കൊല്ലുന്നവരെ എനിക്ക് ഭ്രാന്താ. എന്താടാ ഒന്നുമില്ലെന്ന്? എന്തൊന്നുമില്ലെന്ന്? നീ ഗായത്രി കോളേജിൽ വന്നിട്ടില്ലെന്ന്, പ്രിയയുടെ വീട്ടിൽ രാത്രി പോയിട്ടില്ലെന്ന് വാച്ച്മാനോട് ചോദിച്ചാ ആരോ അവളെ കൂട്ടിക്കൊണ്ട് പോയെന്ന്. എന്നിട്ട് ഒന്നുമില്ലെന്നാണോ? നീ ആദ്യം അകത്തോട്ട് വാ. ആരെങ്കിലും വെള്ളം എടുത്തോണ്ട് വാ. എന്തിനാ ചേച്ചി വിഷമിക്കുന്നത്? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ? അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും മിണ്ടാതിരിക്കുക. കോപ്രായം കാണിച്ചാലേ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. എല്ലാവരും പോവാൻ. ഗായത്രിയായിട്ട് വരുന്നവർ ആരും ഇവിടെ ഇറങ്ങി പോവില്ല. ഒന്നും പേടിക്കണ്ട. നമ്മുടെ മോക്ക് ഒന്നും പറ്റില്ല ചേച്ചി. ആരെങ്കിലും വെള്ളം കൊണ്ടുവന്ന്.
ചേച്ചി ആ 30-ാം വാർഡിലെ കൗൺസിലറോട് എന്നെ വന്ന ആളെ കാണാൻ പറ. അമലം കഴിച്ചാ? ഒന്നും കഴിച്ചിട്ടില്ല. എടാ നീ എന്താടാ ഒന്നും കഴിക്കാത്ത? എടാ നിന്നോടാണ് പറഞ്ഞത്, നീ എന്താ ഭക്ഷണം കഴിക്കാത്ത? എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. എടാ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. നീ എന്റെ അമ്മയാണോ? നിനക്ക് നിന്റെ ഈ പേരും പുകഴും അല്ലേ പ്രധാനം, ഞാനല്ലല്ലോ. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ സ്നേഹം. അങ്ങനൊന്നും പറയില്ല മോനെ. നിന്നെ അടിച്ചവനെ ഈ അമ്മ വെറുതെ വിടുന്നുണ്ടാ? ഡാ ഇങ്ങോട്ട് വന്നേ. ഈ പ്രശ്നത്തിന് ഇന്നൊരു വഴി ഉണ്ടാക്കാം. ഞാൻ ആരാണെന്ന് അമ്മമാർക്ക് കാണിച്ചു കൊടുക്കും, മനസ്സിലായാ? എന്താ ഡാ എന്റെ മോനെ പരുവത്തിലാക്കിയമാരല്ലേ, ഇന്ന് രാത്രി തന്നെ അവനൊക്കെ പണി കഴിച്ചേക്കണം. ഇത് മതി ചേച്ചി, അവനെ ഞാൻ നോക്കിക്കോളാം. ഞാനും വരുന്നു. മരുമോനെ നീ സമാധാനത്തിൽ കിടക്ക്, അമ്മാവൻ നോക്കിക്കോളാം. രാവിലെ അവന് ഉണ്ടാവില്ല. ചേച്ചി ഇൻസ്പെക്ടറോട് ഒരു വാക്ക് പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം, നീ പോ. വാ മോനെ, നീ വാ, എനിക്ക് നോക്കി. ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ അമ്മയും അമ്മാവനെയും കുറിച്ച് ഓർത്താ. എന്റെ അമ്മയും അമ്മാവൻ അമ്മയെന്നാ വിളിക്കുന്നത്. ഒരു ദിവസം പോലും ചേച്ചിന്ന് വിളിച്ചിട്ടില്ല. അമ്മാവനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്നായിരുന്നു മുത്തശ്ശന്റെ ആഗ്രഹം. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചതിനാണോ ഇത്രയും വലിയ കഥ പറയുന്നത്? നിനക്ക് എപ്പോഴും തമാശയാണോ? എന്റെ അമ്മ പാവം ഇപ്പൊ എന്ത് ചെയ്യാന്ന് പോലും അറിയില്ല. നാളെ പോയിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. നാളെ നല്ല ദിവസം അല്ലെന്ന്. അതെന്താ? നിങ്ങളുടെ രണ്ടുപേരുടെ പിറന്നാളല്ലേ? അതുകൊണ്ടാ പറഞ്ഞത് നാളെ നല്ല ദിവസം അല്ലെന്ന്. ഞങ്ങളുടെ പിറന്നാൾ തീർച്ചയായും നല്ല ദിവസമല്ല. നിങ്ങൾ കിടക്കുവാണെ കിടക്ക്, എനിക്ക് ഉറക്കം വന്നിട്ട് ഹേയ് അവിടെ നിക്കടാ. നിങ്ങൾ പോയി കിടന്നുറങ്ങാനാണോ ഞാൻ കല്യാണം കഴിച്ചത്? ഞങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് നൈറ്റാ. നീ പോവാൻ നോക്ക്. അപ്പൊ ഞാനിവിടെ ഉറങ്ങുന്നേ? നീ റോഡിൽ പോയി കിടന്നുറങ്ങ്. ശരിടാ, നീ സൂക്ഷിച്ചോ. ഞങ്ങൾ രാമന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വരാം. വാപ്പോ. അളിയ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോവാൻ നോക്ക്. കണ്ണിനുള്ളിൽ കണ്ണും വച്ച് നെഞ്ചിനുള്ളിൽ നെഞ്ചും വച്ച് പഞ്ചവർണ്ണ പൈങ്കിളിയെ നിനക്കവേ തത്തി തത്തി കളിക്കുന്ന മുത്തിയമ്മ വിളക്കിന്റെ വെട്ടം പാതി മറയ്ക്കുവാൻ കൊതിക്കേ. മലർ പോലെ നീ മനസ്സിൻ മടിയിൽ തളർന്നുറങ്ങൂ. മഞ്ഞുമാർഗഴിക്കിളിയെ മറുപടിയായി ഒരു പാട്ടിന്റെ പട്ടുഞ്ഞാൽ വിടർത്താൻ വരൂ. കണ്ണിനുള്ളിൽ കണ്ണും വച്ച് നെഞ്ചിനുള്ളിൽ നെഞ്ചും വച്ച് പഞ്ചവർണ്ണ പൈങ്കിളിയെ നിനയ്ക്കവേ തത്തി തത്തി കളിക്കുന്ന മുത്തിയമ്മ വിളക്കിന്റെ വെട്ടം പാതി മറയ്ക്കുവാൻ കൊതിക്കേ. കാറ്റിലെ ചെറു തുള്ളികൾ പോൽ നെറ്റിയിൽ മണിവേർപ്പണിയാൻ ആലിലെ നിന്നിളമറുകിൽ ആശിക്കും വിരൽ തഴുകാം. നാം ഒന്നു ചേരുന്ന നിമിഷങ്ങളിൽ രാനാഗനിലാവുകൾ പുണരുകയായി ഉള്ളിൽ മിന്നലുകൾ പമ്മി പതുങ്ങി വരും. നിന്റെ നിശബ്ദരാഗങ്ങൾ പെയ്തതാണ് ഞാൻ. എൻ കണ്ണിനുള്ളിൽ കണ്ണും വച്ച് നെഞ്ചിനുള്ളിൽ നെഞ്ചും വച്ച് പഞ്ചവർണ്ണ പൈങ്കിളിയെ നിനയ്ക്കവേ
തത്തി തത്തി കളിക്കുന്ന മുത്തിയമ്മ വിളക്കിന്റെ വെട്ടം പാതി മറയ്ക്കുവാൻ കൊതിക്കേ. തൊട്ടുമീട്ടിയ തമ്പുരുവിൽ മൊട്ടുപോലൊരു പാട്ടുതിരും. ഇഷ്ടമെന്നുള്ള വാക്കുകളെ തൊട്ടു തന്നൊരു കുങ്കുമമാ. എന്നുമെൻ പാതിയല്ലയോ പാർവണം പെയ്തതല്ലയോ. വാർമുകിലിൻ ചെറുവാതിലുകൾ വന്നു ചേർന്നടയുന്ന നിലാവറയിൽ നമ്മൾ നമ്മളിലായി സ്വയമലിയുകയായി. നിന്റെ തെച്ചിപ്പു മുത്തിന്മേൽ മുത്തമേകിടാ. കണ്ണിനുള്ളിൽ കണ്ണിനുള്ളിൽ കാത്തുവച്ച കള്ളക്കണ്ണാൽ നമ്മുടെ ഏരിയയിൽ വെച്ച് മരുമോൻ അടിച്ചവന് ഇന്ന് രാത്രിക്കുള്ളിൽ തീർക്കണം. എല്ലാരും സാധനങ്ങൾ എടുത്തിട്ട് ആ പാലത്തിന്റെ അടുത്ത് വന്ന് നിൽക്ക്. ഹലോ, എന്താടാ പറയുന്നത്? എപ്പോ സംഭവിച്ചു? പറയടാ, എന്താടാ പറയുന്നത്? അവനോട് ആരോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? ഗായത്രി, കരയാതിരിക്കെ. അങ്ങോട്ട് പോയി
ഏയ് ആ. ഏയ്. എടാ. ഗായത്രി. ഹേ 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 ഗായത്രി. അയ്യോ. അയ്യോ ചേച്ചി, ഞങ്ങളെ വിട്ടു പോയില്ല ചേച്ചി. അയ്യോ ചേച്ചി. അമ്മേ. അമ്മേ വന്നത് തവളെ കൊന്നില്ലേ? എനിക്ക് കാണണം. നിന്നെ ഞങ്ങൾ കാണിക്കൂല. എനിക്ക് എന്റെ അമ്മയെ കാണുന്നില്ല. അമ്മേ. അച്ഛ അച്ഛ, ഇങ്ങനൊന്നും സംഭവിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛ, അമ്മയെ കാണിക്കണമെന്ന് പറ അച്ഛ. അച്ഛ, അച്ഛനോട് സംസാരിക്കുന്നേ. എനിക്ക് അമ്മയെ കാണണമെന്ന് പറ അച്ഛ. എനിക്ക് അമ്മയെ കാണണമെന്ന് പറ. നിന്നെ താഴെ വയ്ക്കാതെ വളർത്തിയില്ലേ, ഇപ്പൊ മുഴുവൻ കുടുംബത്തെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. ആരാണ് ഇതിന്റെ അച്ഛൻ? ആരാണ്? ഒരു പ്രാവശ്യം അമ്മയൊന്ന് കണ്ടു. ഒരു പ്രാവശ്യം അമ്മയെ കണ്ടോട്ടെ അച്ഛ. ഈ വീട്ടിന്റെ മുമ്പിൽ ഇനി നിൽക്കരുത്. പോകരുത്. നീ കണ്ട അവളുടെ ആത്മാവിന് ശാന്തി കിട്ടലേ. ഓടി ഇവിടുന്ന്. എന്റെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കല്ലേ. ഇറങ്ങി പോടി. Uh
ഹരി 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 എന്റെ സ്വന്തം ബന്ധം എപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ചെറുപ്പം മുതലേ അതല്ലേ സംഭവിക്കുന്നത്. പോടാ. ഞാനെങ്ങാനും ചത്തുപോയാൽ നിന്നെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചത്തെങ്കിലേ നീ തീർച്ചയായിട്ടും ഉടൻ തന്നെ ചാവണം. അങ്ങനെയൊന്നും എന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല.